ഗുഡ് ഈവനിങ്. ഞാൻ ഹൈജീനാണ് ഫസ്റ്റ് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത്. നമ്മൾ ഫസ്റ്റ് എയ്ഡ് ഇത് ഒരു ഏകദേശം ഹൈജീൻ എത്തിയിട്ട് പിന്നെ ഫസ്റ്റ് എയ്ഡിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഹൈജീൻ്റെ കേസിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ ടോപ്പിക്കിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ ഇന്റർവ്യൂ അല്ല മറ്റേ മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന എന്തിനാന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് മുന്നേ വന്ന എല്ലാ ക്വസ്റ്റ്യൻ ഇതിന് നോക്കുകയാണെങ്കിൽ അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷെ അതിലൊന്നും പെരിഫറലി അല്ല, ഒക്കെ പെരിഫറലി അല്ല ചോദിച്ചത്, എല്ലാം കുറച്ച് ഡെപ്തിലേക്ക് തന്നെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ നമ്മളെപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ പോലെ പോകുന്ന ആ ഒരു രീതിയിലേക്ക് നിൽക്കുമ്പോൾ കുറച്ചും കൂടി ഇൻ ഡെപ്തിൽ കാര്യങ്ങൾ അറിയണം. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ നമ്മൾ ഒരു പോയിന്റ് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾ എഴുതുന്നുണ്ടല്ലോ, അപ്പോഴാണല്ലോ അവിടെ ഒരു കോമ്പറ്റീഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഇൻ ഡെപ്തിൽ പോയാൽ മാത്രമേ ഇതിലൊക്കെ കാര്യമുള്ളൂ. അപ്പൊ ഹൈജീനൊക്കെ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ കുറച്ച് പേര് നന്നായിട്ട് പഠിക്കും, കുറച്ച് പേര് അത് ഒഴിവാക്കുന്ന രീതിയിലാണ് ഉണ്ടാവും. അപ്പൊ നമ്മൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇത് സ്കോർ ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് എല്ലാം കിട്ടും. ഇപ്പൊ നിങ്ങൾ പിന്നെ ഫാർമസിയിൽ ഇപ്പൊ സോഴ്സ് കാര്യങ്ങളൊക്കെ കാണാതെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിനേക്കാളും ഹൈജീന് ഒന്നോ രണ്ടോ പ്രാവശ്യം ചിലപ്പോൾ കേട്ടാൽ ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സിലൊക്കെ ഇപ്പൊ നമ്മള് ഈ പ്രിവെൻഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കേൾക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. പിന്നെയും ആ ഇൻക്യുബേഷൻ പീരീഡിന്റെ കാര്യങ്ങൾ കുറച്ച് കാണാതെ പഠിക്കേണ്ടി വരും. അതേപോലെ തന്നെ കുറച്ച് എന്താണ് ഇപ്പൊ വൈറ്റമിൻസിന്റെ ഒക്കെ എന്താണ് അളവുകൾ മറ്റേ നമ്മള് ഡെയിലി റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ കുറച്ച് കാണാതെ പഠിക്കേണ്ടി വരും. പക്ഷെ ബാക്കിയൊക്കെ നമ്മൾ വെറുതെ ഈ ക്ലാസ് കേട്ട് പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ പരമാവധി റെക്കോർഡിംഗ് ക്ലാസ് അല്ലാണ്ട് ഇങ്ങനത്തെ നമ്മള് ലൈവ് ആയിട്ടില്ല എന്നെ കേൾക്കാൻ നോക്കുക. റെക്കോർഡിംഗ് എപ്പോഴും നമ്മളെ ഓരോ തിരക്കുകളിലായിരിക്കും കേൾക്കുക. ലൈവ് അറ്റ്ലീസ്റ്റ് നമ്മൾ അത് ഇരിക്കും. അപ്പൊ ഈ രീതിയിൽ തന്നെ ഇത് നോക്കാം. പിന്നെ ചിലപ്പോൾ എന്റെ ക്ലാസ് ഒന്ന് സ്പീഡ് അപ്പ് ആവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആരെങ്കിലും ഇന്റർഫിയർ ചെയ്തിട്ട് തന്നെ പറയാ, കാരണം ഞാൻ പൊതുവേ ഫാസ്റ്റ് ആണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് മുന്നിൽ ഓഡിയൻസും കൂടി ഇല്ലാത്തതുകൊണ്ട് നമ്മള് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് പോകും. നമ്മൾ ഫോണിലൂടെ ഇങ്ങനെ പറയുന്ന ഒരു ഫീലിംഗ് അല്ലേ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് പൊതുവെ എനിക്ക് സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പൊ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പീഡ് കൂടുതലാണ്. അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് എന്താണ് പറയാണ്, ആരെങ്കിലും ഒന്ന് ഇന്റർഫിയർ ചെയ്യുക. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടൊന്ന് സ്ലോ ഡൗൺ ചെയ്യും, അല്ലെങ്കിൽ അതിങ്ങനെ ആ ഫ്ലോയിൽ അങ്ങോട്ട് പോയൊന്നും കേട്ടോ. അപ്പൊ ഹൈജീനിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പൊ ഞാൻ എടുത്തതിന് കുറെ കുട്ടികൾ ഇതിലുണ്ടാവും. ഓൾറെഡി ഞാൻ CCPക്ക് പഠിപ്പിച്ച കുട്ടികളുണ്ടാവും. അപ്പൊ ഇവര് എന്താണ് കേട്ട തന്നെയാണോ അല്ലെങ്കിൽ സ്ലൈഡ് സേവ് തന്നെയാണല്ലോ എന്നുള്ളത് വിചാരിക്കരുത്. അപ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ മറ്റേ 2 ബുക്കൊന്നും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. വലിയ പാർക്കിന്റെ ഒരു ചെറിയ പോർഷനാണ് നമ്മൾ നഴ്സിംഗ് പാർക്കായിട്ട് പഠിക്കുന്നത്. അപ്പൊ അതിനും കൂടി വേറെ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ടൈമിൽ യൂസ് ചെയ്തിരുന്ന ടെക്സ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പൊ അത് നമ്മൾ ആ ഒരു വൈറ്റും വയലറ്റ് ആയിട്ടുള്ള ഒരു ചട്ടലൊക്കെ, അപ്പൊ അതിൽ നിന്നും കൂടി കുറച്ച് പോയിന്റ്സ് അഡീഷണൽ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ വലിയ പാർക്കുന്നിലെ കുറച്ച് പോയിന്റ്സും കൂടി എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഫോമാണ് ഇപ്പൊ നിങ്ങൾക്ക് കട്ട് ഷോർട്ട് ചെയ്തിട്ട് നിങ്ങളെ മുന്നിൽ തരുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസിന്റെ കാര്യത്തിൽ തന്നെ ഇത് കേൾക്കാം. ഒരുപാട് പറഞ്ഞ് ചടപ്പിക്കുന്നല്ല, കാരണം എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് ഇമേജുകളോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ട് പഠിക്കാനൊന്നും പറ്റില്ല. നമ്മള് ഫാർമസി ഒക്കെ ആകുമ്പോൾ കുറച്ച് ഇമേജും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ബ്രെയിനിൽ കയറും. ഇത് വെച്ചാൽ അങ്ങനെയൊന്നും പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി സ്ലൈഡ് കുറച്ച് നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്ലൈഡിൽ മാക്സിമം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മളിങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ കാര്യത്തിലാവുമ്പോൾ എപ്പോഴും ഇതിന്റെ ഒറിജിൻ എവിടുന്ന, ഹൈജീനിന്റെ ഒറിജിൻ എവിടുന്ന, അല്ലെങ്കിൽ ഇത് എന്ത് വേർഡുന്നാ വന്നത്, ഈ വേർഡിന്റെ മീനിങ് എന്താ, ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പൊ ലാസ്റ്റത്തെ ഒരു PSൽ ചോദിച്ചത് തന്നെയാണ് ഫസ്റ്റ് എയ്ഡിന്റെ ഒറിജിനേറ്റർ ആരാണല്ലേ. അപ്പൊ അത് നമ്മളെ ഫ്രെഡറിക് ഒന്നും നമ്മൾ ടെക്സ്റ്റിലൊന്നും അങ്ങനെ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പക്ഷെ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പൊ നമുക്കൊക്കെ ആണെങ്കിൽ സ്ഥിരമായിട്ട് വരുന്നതാണ് ഓർഗനോന്റെ ഒറിജിൻ എവിടുന്ന, റെപ്പട്രീന്റെ ഒറിജിൻ എവിടുന്ന, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ അതേ രീതിയിൽ തന്നെയാണ് വേർഡ് ഹൈജീൻ എന്ന് പറഞ്ഞ ഒറിജിൻ ഗ്രീക്കാണ്. അപ്പൊ ഈ ഗ്രീക്കിൽ പൊതുവെ അങ്ങനത്തെ കൺസെപ്റ്റ് അല്ലേ ഉണ്ടാവുക, ഗോഡസ് ഓഫ് ഹെൽത്ത് അല്ലെങ്കിൽ ഗോഡസ് ഓഫ് ഹൈജീൻ, അങ്ങനെ കുറെ അവര് ഗോഡസും പിന്നെ അങ്ങനെ കുറെ ക്യൂന് അങ്ങനത്തെ കുറെ കൺസെപ്റ്റാണ് ഗ്രീക്കിൽ ഉണ്ടാവുക. അപ്പൊ അതേ രീതിയിലുള്ള വേർഡ് ഹൈജീൻ എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് വേർഡിന്ന് അല്ല ഹൈജിയ എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് വേർഡിന്ന് ഉണ്ടായി വന്നതാണ് വേർഡ് ഹൈജീൻ എന്നുള്ളത്. നമ്മള് ടോപ്പിക് തന്നെയല്ലേ വരുന്നത് ഹൈജീൻ ഫസ്റ്റ് എയ്ഡ്. അപ്പൊ ഹൈജീനിന്റെ ഒറിജിനേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഹൈജിയ എന്ന് പറഞ്ഞ ഗോഡസ് ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞ ഗ്രീക്ക് വേർഡ് എന്നാണ്. അപ്പൊ ഈ 3 കാര്യങ്ങളും ആലോചിക്കുക. ഗ്രീക്ക് വേർഡ് ആണെന്നുള്ളത് മസ്റ്റ് ആയിട്ട് ആലോചിക്കുക. നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന എപ്പിഡമോളജി രണ്ടും ഗ്രീക്ക് വേർഡ് തന്നെയാണ്. അപ്പൊ ഈ ഗ്രീക്ക് ആണെന്നുള്ളത് ഒന്ന് നോക്കിയാൽ മതി. ഗോഡസ് ഓഫ് ഹെൽത്ത് ആണ് മീനിങ്. പിന്നെ ഹൈജീൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഡിഫൈൻ ചെയ്തതെന്നാണ്. ഡിഫൈൻഡ് ആസ് ദ സയൻസ് ആൻഡ് ആർട്ട് ഓഫ് പ്രിസർവിങ് ആൻഡ് ഇംപ്രൂവിങ് ഹെൽത്ത്. ഹൈജീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു ആർട്ട് സയൻസ് ആണ്. അതേപോലെ തന്നെ അത് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യേക്കാണ്. അത് നമുക്ക് പേഴ്സണൽ ഹൈജീൻ ആകാം, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഹൈജീൻ ആകാം, അങ്ങനെ കുറെ രീതിയിലുള്ള ഹൈജീൻ നമ്മൾ ടെക്സ്റ്റിൽ പറയുമ്പോൾ. അപ്പൊ ഇങ്ങനെ ഏത് തരം ഹൈജീൻ ആയിക്കോട്ടെ, ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ആർട്ട് ഓഫ് പ്രിസർവിങ് ആൻഡ് ഇംപ്രൂവിങ് ഹെൽത്ത് ആണ്. അപ്പോൾ ഹൈജീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 രീതിയിലുണ്ട്. കമ്മ്യൂണിറ്റി ഒരു ഇൻഡിവിജ്വലിനെ വേണമെങ്കിൽ നോക്കാം,
അതേപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ എന്നുള്ള രീതിയിലും ഹൈജീന് ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് ഹൈജീനിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ പോകുന്നത്. പിന്നെ പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത് വേറെ തന്നെ ഹെഡിങ് ആയിട്ട് നമ്മളൊരു ചാപ്റ്ററിനെ പഠിക്കുന്നുണ്ടല്ലോ അല്ലെ, പേഴ്സണൽ ഹൈജീൻ. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇംപ്രൂവ്മെന്റ് ഓഫ് ഹൈജീൻ ഓഫ് എൻ ഇൻഡിവിജ്വൽ ഓർ എ പേഴ്സൺ. അത് നമ്മൾ ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട്. പക്ഷെ അതിലധികം കാര്യങ്ങൾ നമുക്ക് ടെക്സ്റ്റിൽ എന്താ വെച്ചാൽ പല്ല് തേക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പിന്നെ അതേപോലെ ഹെയറിൽ എന്തൊക്കെയാ ഹൈജീൻ, അങ്ങനെ കുറെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അപ്പൊ അതൊന്നും ഞാൻ പിന്നെ ഡേറ്റയിലേക്ക് പോയിട്ടില്ല. പക്ഷെ അതില് നമുക്ക് നമ്മൾ എങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ, പോസിറ്റീവ് ബേസ്ഡ് ആയിട്ട് എനിക്ക് ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് പിന്നെ അതിൽ മെൻസ്ട്രൽ ഹൈജീൻ ആണ് നമ്മൾ ഒന്നുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സൊസൈറ്റിയിലും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടില്ലത്. അപ്പൊ ഇത്രയും ഹെഡിങ് ആണ് ഇതിലില്ല കേട്ടോ. ഇനി എപ്പോഴും ഒരു ഡെഫിനേഷൻ നല്ല രീതിയിൽ പറയാം. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫോർമിറ്റി. നമ്മളൊരാൾക്ക് ഒരു ഡിസീസ് ഇല്ല അല്ലെങ്കിൽ അയാളുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുള്ളത് മാത്രമല്ല, അയാളുടെ മെന്റൽ, ഫിസിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഇതെല്ലാം കൂടി വരുമ്പോൾ മാത്രമേ ഒരാൾക്ക് ഹെൽത്ത് കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ എബിലിറ്റി ടു ലീഡ് സോഷ്യലി ആൻഡ് എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ലൈഫ്. ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട്, നമ്മളേക്ക് എന്താ വെച്ചാൽ ഇപ്പൊ ചെറിയായിട്ട് ക്യാമ്പ് എല്ലായിടത്തും നടന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ. അപ്പൊ അതിലൊക്കെ ശരിക്കും നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഞാനൊരു ക്യാമ്പിന് ക്ലാസ് എടുത്തിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ഇതിൽ പറയുന്നത് വെച്ചാല് നമ്മൾക്ക് ഇപ്പൊ ശരിക്കും ലൈഫ് എക്സ്പെക്ടൻസി ഒരുപാട് കൂടിയിട്ടുണ്ട്, പക്ഷെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറവാണെന്ന് വെച്ചാല് നമ്മൾക്കിപ്പോ ജീവിതത്തിൽ എല്ലാവരും 60, 70, 80 വരെ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അവര് നല്ല ലൈഫ് പ്രൊഡക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ അവർക്കൊരു നല്ല രീതിയിലുള്ള ഹെൽത്ത് കുറവാണ്. കാരണം 40 കഴിയുന്നതോട് കൂടി തന്നെ ഡയബറ്റീസ്, പ്രഷർ, കൊളസ്ട്രോൾ, ഇങ്ങനെ കുറെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടുതൽ. അപ്പൊ ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറയുമല്ലോ. എന്നുവെച്ചാൽ എന്താണ് കുറെ അവിടെ വേദന ഇവിടെ വേദന അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, അങ്ങനെ അങ്ങനെ കുറെ കംപ്ലൈൻസ്. അപ്പൊ ലൈഫ് എക്സ്പെക്ടൻസി കൂടുന്നുണ്ടെങ്കിലും ക്വാളിറ്റി കുറയുന്നു. അപ്പൊ ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഒരുപാട് കാലം ജീവിക്കുക എന്നുള്ളതല്ല, നമ്മൾ ആരോഗ്യപരമായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് സോഷ്യലി അതേപോലെ എക്കണോമിക്കലി പ്രൊഡക്റ്റീവായിട്ട് ഉണ്ടാവണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പോസിറ്റീവ് ഹെൽത്തും നെഗറ്റീവ് ഹെൽത്തും പറയുന്നുണ്ട്. ഇത് നമ്മൾ ഈ ഒരു ടെക്സ്റ്റിൽ മാത്രമേ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളൂ. പോസിറ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്രിസർവേഷൻ അതേപോലെ ഇമ്പ്രൂവ്മെന്റ് അതിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പോസിറ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ. നമ്മൾ നമ്മളെ ഹെൽത്ത് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്, അതിനൊന്നും കൂടി നന്നായിട്ട് ഇമ്പ്രൂവ്മെന്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ പ്രിസർവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളെ നമ്മളെപ്പോഴും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ. നെഗറ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ സയന്റിഫിക് എഫേർട്സ് ഫോർ ദി പ്രിവെൻഷൻ. ഇപ്പൊ നമുക്ക് ഒരു അസുഖം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മുന്നേ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിനും അങ്ങനത്തെ പ്രിവെൻഷൻ മെത്തേഡ്സുകൾ കൂടുതൽ ചെയ്യുന്നതിനാണ് നമ്മൾ നെഗറ്റീവ് ഹെൽത്ത്. നെഗറ്റീവ് എന്നുള്ള മീനിങ് അല്ല ഉദ്ദേശിക്കുന്നത്. പോസിറ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവായിട്ട് മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഹെൽത്ത് നല്ലതാണ്, അതിനൊന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ പ്രിസർവ് ചെയ്യുക. നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇല്ല അസുഖങ്ങൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രിസർവേഷൻ ചെയ്യുക, പ്രിവെൻഷൻ ചെയ്യുക, ആ രീതിയിലാണ്. അപ്പൊ ഹെൽത്തിന്റെ ഡെഫിനേഷൻ നോക്കാം. എപ്പോഴും നമ്മളൊരു ഇന്റർവ്യൂവിലോ കാര്യങ്ങളോ ഇരിക്കുമ്പോൾ എന്തായാലും ചോദിക്കുന്ന ഒരു സാധനമാണ് എപ്പിഡമോളജിയിൽ ഹെൽത്ത്, വാട്ട്സ് ഹെൽത്ത് എന്നല്ല. അപ്പൊ ഇതൊക്കെ നമ്മളൊന്ന് ഇങ്ങനെ ഇപ്പോഴേ നമ്മളൊന്ന് ബ്രഷപ്പ് ചെയ്ത് പോവാട്ടെ. ഇനി നമുക്കൊരു നല്ല ഹെൽത്ത് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഹെൽത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാ കാര്യങ്ങളാണ് നമുക്ക് കൾട്ടിവേഷൻ ചെയ്യാൻ പറ്റുക, എന്തൊക്കെയാണ് ഇതിൽ നോക്കേണ്ടതിൽ. കണ്ടക്റ്റീവ് എൻവയോൺമെന്റ് ഫോർ എ ഹെൽത്ത് ലിവിങ്. നമ്മളൊരു ഹെൽത്തി ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റ് കാര്യങ്ങൾ നന്നാവണം. ഇപ്പൊ നമ്മൾ ഈ ക്വാളിറ്റി ഓഫ് ലൈഫിൽ പറയണത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളാണ് നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് തരുന്നത്. നമ്മൾ ഇപ്പൊ നമ്മളെ മമ്മൂട്ടിന്റെ ഒക്കെ ഒരു ഇത് പറയാം, അവർക്ക് ഓൾറെഡി ഒരു 70, 80 ഏജ് ആയിട്ടുണ്ടെങ്കിലും അവരൊരിക്കലും ഏജ് പറഞ്ഞതല്ല കേട്ടോ, അവരൊരിക്കലും നമ്മൾ പറയില്ലല്ലോ ഇത്രയും ഏജ് ആയോ. അപ്പൊ അവരെന്താ വെച്ചാൽ അവരെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് അവരെ ഓൾറെഡി നിൽക്കുന്നത്. പക്ഷെ നമ്മളെ തന്നെ ഒപ്പിലൊക്കെ വരുന്ന കുറെ കേസ് ഉണ്ടാവും. പിന്നെ ചിലപ്പോ 60 വയസ്സ് ആയിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ അവരെ കണ്ടാൽ നമുക്ക് താനേ ചോദിക്കാൻ തോന്നും, നിങ്ങൾക്ക് 70 ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉണ്ടോ, അങ്ങനെ പല്ലൊക്കെ ഫുള്ള് എടുത്ത് കളഞ്ഞ അത്രയും ആൾക്കാർ ഇത് തോന്നും. അപ്പൊ അവര് എന്താണോ അവര് ഒരു 40 to 60 കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നത്, അത് തന്നെയാണ് അവർക്കൊരു കുറച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ആണോ ഇല്ലെന്ന് നോക്കാം. അപ്പൊ നമ്മൾ എന്താണോ എൻവയോൺമെന്റ് അതാണ് ശരിക്കും നമ്മളൊരു അതിന് നന്നാക്കണോ ഒന്നുകൂടി വേണ്ടത്. അതേപോലെ നമ്മൾ നല്ല കാലത്തൊക്കെ ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ പോഷകാഹാരങ്ങളും കാര്യങ്ങളും അതേ രീതിയിൽ എടുക്കുകയാണെങ്കിലും വേണം. അല്ല അഡിക്വേറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് റെസ്റ്റ് രണ്ടും വേണം. ഫിസിക്കൽ ആക്ടിവിറ്റി വേണം, അതേപോലെ തന്നെ അതിനനുസരിച്ചിട്ട് ആവശ്യമായിട്ടുള്ള ഒരു റെസ്റ്റും വേണം. പിന്നെ പറയാനുള്ളത് പ്രൊമോട്ടീവ്, പ്രിവെന്റീവ്, തെറാപ്യൂട്ടിക് ആൻഡ് വെൽഫെയർ സർവീസസ്. നമ്മുടെ ഹെൽത്തിന് കാര്യങ്ങൾ ആവശ്യമായിട്ടുള്ള പ്രൊമോട്ടീവായിട്ടും പ്രിവെന്റീവായിട്ടും തെറാപ്യൂട്ടിക് ആയിട്ടും അതങ്ങനത്തെ വെൽഫെയർ സർവീസസ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. സ്യൂട്ടബിൾ ഓക്യുപ്പേഷൻ വിത്ത് ജോബ് സാറ്റിസ്ഫാക്ഷൻ. അത് ഇമ്പോർട്ടന്റ് കാര്യമാണ്. നമ്മൾ ഒരു ഹെൽത്തി ആയിട്ട് നിൽക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ജോബാണ് ചെയ്യുന്നത് ആ ജോബിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കണം.
അതേപോലെ തന്നെ അത് നമുക്ക് സ്യൂട്ടബിൾ ആയിരിക്കണം. ഇപ്പൊ നമ്മൾ ഒരാൾ നമ്മളെ കമ്പയർ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും. നമ്മളൊക്കെ രാവിലെ എന്താ വെച്ചാൽ ഒരു 9 മണിക്ക് മുതൽ ഒരു ജോലിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒരു അറ്റ്മോസ്ഫിയർ നന്നാവുക, അല്ലെങ്കിൽ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എന്തായി സ്വാഭാവികമായിട്ട് നമ്മൾ അന്നത്തെ ദിവസം ഓക്കെയാണ്. പക്ഷെ നേരെ മറിച്ച് തിരിച്ചിട്ടാണെങ്കിൽ നമുക്ക് അന്നത്തെ നമ്മൾ അതിനെ ബാഡ് ആയിട്ട് പോകും. അപ്പൊ അതേ രീതിയിൽ നമ്മളെ ജോബ് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല, അതിനെ സ്യൂട്ടബിൾ ആയിട്ട് നിൽക്കുക. ഇതൊക്കെ നമ്മൾ ഭാവിയിലേക്കുള്ള ഹെൽത്തിനും അതേപോലെ ഹെൽത്തിനെ നമ്മൾ ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നതിനും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ പ്രോപ്പർ യൂസ് ഓഫ് ലെഷേഴ്സ്, നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനൊക്കെ അതിനൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാം. പിന്നെ മെന്റൽ ആറ്റിറ്റ്യൂഡ് ടു ലൈഫ്, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ മെന്റൽ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് പോസിറ്റീവായിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ. നമ്മൾ മെന്റൽ ഹെൽത്ത് തന്നെ പറഞ്ഞിട്ട് ഒരു അടുത്ത പോയിന്റ് പറയുന്നുണ്ട്. അപ്പൊ മെന്റൽ ഹെൽത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൾട്ടിവേഷൻ ഓഫ് ഹെൽത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. Conductive environment for a healthy living, balanced diet, adequate physical activity and rest, promotive, preventive, therapeutic and welfare services, suitable occupation with job satisfaction, proper use of leisures, wholesome mental attitude to life. ഇത്രയും കാര്യങ്ങൾ നോക്കാം. ഇനി അടുത്ത സാധനമാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്കോളജി. എക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഗ്രീക്ക് വേർഡ് തന്നെ. ഓയിക്കോസ് എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് വേർഡ് നിന്നാണ് എക്കോളജി എന്നുള്ള ഹാബിറ്റേഷൻ എന്നുള്ള വന്നത്. അപ്പൊ ഓയിക്കോസ് മീനിങ് എന്താ? ഹാബിറ്റേഷൻ. ആൻഡ് ലോഗോസ് മീൻസ് ഓഫ് കോഴ്സ് നിങ്ങളൊക്കെ അറിയുന്ന സ്റ്റഡി. അത് നമ്മൾ എല്ലായിടത്തും പറയണം. അപ്പൊ ഇതിലെന്ത് ഉദ്ദേശിക്കണേ? ഹാബിറ്റേഷൻ ഓഫ് എൻ ഓർഗാനിസം എന്നുള്ളതാണ് നമ്മൾ ഈ എക്കോളജി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അയാൾ എവിടെയാണോ ജീവിക്കുന്നത് അയാളുടെ ഹാബിറ്റേഷനും കാര്യങ്ങളാണ് നമ്മൾ അവിടുത്തെ ആ ഒരു എക്കോളജി എന്നുള്ള അറ്റ്മോസ്ഫിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വേർഡ് സാനിറ്റേഷൻ. സാനിറ്റേഷൻ എന്നുള്ള വേർഡാണ് ഇപ്പൊ നമ്മൾ ഇതിൽ എക്സ്ട്രാ ആയിട്ട് പഠിക്കുന്ന ഒരു ലാറ്റിൻ ആണെന്നുള്ളത്. ഇവിടെ എന്താ പറയണെന്ന് വെച്ചാൽ സാനിറ്റാസ് മീൻസ് ഒരാളുടെ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്. അയാൾ സ്റ്റേറ്റ് ഓഫ് ഹെൽത്തിന് വേണ്ടിയിട്ട് അയാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രൊമോഷൻ ഓഫ് ഹെൽത്തിന് വേണ്ടിയിട്ട് അതിനൊരു ക്ലീൻ എൻവയോൺമെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ ബ്രേക്കിംഗ് ദ ഡിസീസ് സൈക്കിൾ, കണ്ടിന്യൂസ് ആയിട്ട് ഡിസീസും കാര്യങ്ങളും ഉണ്ടാക്കുന്ന ആ ഒരു സൈക്കിളിനെ ബ്രേക്ക് ചെയ്യാം. നമ്മൾക്ക് തന്നെ അറിയില്ല, കോവിഡിന്റെ സമയത്തൊക്കെ എല്ലാവരും സാനിറ്റൈസേഷനും കാര്യങ്ങളും കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നു. നമ്മൾ എപ്പോഴാണെങ്കിലും കൈ കഴുകിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മാസ്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ സാനിറ്റൈസർ കൂടുതലായിട്ട് ഉപയോഗിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ചെയ്ത് അത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ഡിസീസിനെ അതിന്റെ ചെയിനിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമുക്കൊരു ഡിസീസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു പേഷ്യന്റ് വരുന്നു, ആ പേഷ്യന്റിന്റെ ഡിസീസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ അവർ വരുന്ന സമയത്ത് തന്നെ സാനിറ്റൈസർ യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ മാസ്ക് ഉപയോഗിക്കും. അപ്പൊ ആ ചെയിന് ബ്രേക്ക് ചെയ്യാം. അതാണ് ഇവിടെ നമ്മൾ വേർഡ് സാനിറ്റേഷൻ എല്ലാം ഉദ്ദേശിക്കുന്നത്. സ്റ്റേറ്റ് ഓഫ് ഹെൽത്തിന് വേണ്ടിയിട്ടാണ് അയാൾ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ഓഫ് ദി കമ്മ്യൂണിറ്റി ബൈ പ്രൊവൈഡിങ് ക്ലീൻ എൻവയോൺമെന്റ് ആൻഡ് ബ്രേക്കിംഗ് ദ ഡിസീസ് സൈക്കിൾ. ഈ എൻവയോൺമെന്റ് ക്ലീൻ ചെയ്യുക, അതേപോലെ തന്നെ ഡിസീസ് സൈക്കിളിനെ ബ്രേക്ക് ചെയ്യുക. ഇത്രയാണ് നമ്മൾ ഈ പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ ഹൈജീൻ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഒരു കുഞ്ഞു ചാപ്റ്റർ ആയിട്ട് ഫസ്റ്റ് പറഞ്ഞു. പിന്നെ ഒരു അടുത്തതായിട്ട് ഒരു സാധനമാണ് ഹെൽത്ത് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഫോർ ആൾ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വന്നത് 2000-ലാണ്. അത് അങ്ങനെ തന്നെ ആലോചിച്ച് നോക്കുക. ഹെൽത്ത് ഫോർ ആൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് 2000-ലാണ് വന്നത്. അപ്പൊ പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാലാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഇനിയിപ്പോ ഈ ചാപ്റ്ററിൽ നമ്മൾ ഫുൾ ആയിട്ട് പറയാൻ പോകുന്ന ഒരു സാധനമാണ് പ്രൈമറി ഹെൽത്ത് കെയർ. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ, എന്തിനൊക്കെയാ പറഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ WHO എക്സ്പേർട്ട് കമ്മിറ്റി 1984-ലാണ് പ്രൈമറി ഹെൽത്ത് കെയർ കൊണ്ടുവന്നത്. അപ്പോൾ ഈ 1984 നമ്മൾ എന്തായാലും ആലോചിച്ചേക്കാം. ഇനി അൽമ ആറ്റ കോൺഫറൻസ് ഇൻ സെപ്റ്റംബർ 1978 കോൾഡ് ഫോർ പ്രൊവിഷൻ ഓഫ് ഹെൽത്ത് ഫോർ ആൾ ബൈ 2000. അൽമ ആറ്റന്റെ ഒരു കോൺഫറൻസ് സെപ്റ്റംബർ 1978 നടന്നിരുന്നു. അതിലാണ് ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടാക്കിയത്, ഹെൽത്ത് ഫോർ ആൾ ബൈ 2000. എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം എന്നുള്ളത് അതിന്റെ ഒരു ഇത് വന്നത്, അങ്ങനെ ഒരു കൺസെപ്റ്റ് വന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോട്ട് വന്നത് അൽമ ആറ്റന്റെ ഒരു കോൺഫറൻസിലാണ്. 1978-ലാണ് കോൺഫറൻസ്. അത് ഈ എല്ലാവർക്കും ഹെൽത്ത് ഏതിലൂടെ കൊടുക്കുന്നത്? ത്രൂ പ്രൈമറി ഹെൽത്ത് കെയർ. അപ്പൊ പ്രൈമറി ഹെൽത്ത് കെയർ ഓൾറെഡി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകും. അപ്പൊ ഈ PHC കൂടെ നമ്മൾ കൊടുക്കുന്ന ഹെൽത്ത് എല്ലാവർക്കും നല്ല ആരോഗ്യം എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത് 2000-ലേക്ക് അല്ല, ബൈ 2000 കൂടി എല്ലാവർക്കും നല്ല ആരോഗ്യം എന്നുള്ളത് കൺസെപ്റ്റ് വന്നത് 1978-ലാണ് വന്നത്. അപ്പൊ ഇതൊന്ന് ആലോചിച്ചേക്കാം. അപ്പൊ ഈ പ്രൈമറി ഹെൽത്ത് കെയറിന് കുറച്ച് കീ പോയിന്റ്സ് പറഞ്ഞിരുന്നു, കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിന് ചെയ്യേണ്ടത് എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ ഒന്നുകൂടി എടുത്ത് പറയുന്നുണ്ട്, നല്ലൊന്ന് ഇവിടെ തന്നെ നോക്കുക. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ കമ്മ്യൂണിറ്റിന്റെ ഇൻവോൾവ്മെന്റ് വേണം, അപ്രോപ്രിയേറ്റ് ടെക്നോളജി യൂസ് ചെയ്യണം, പിന്നെ ഫോക്കസ് ഓൺ പ്രിവെൻഷൻ, മൾട്ടി സെക്ടർ അപ്രോച്ച്, മറ്റുള്ളവരൊക്കെ ആയിട്ട് കമ്പൈൻ ചെയ്ത് കാര്യങ്ങൾ നടത്തണം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ കീ പ്രിൻസിപ്പിൾസ് പറയുന്നത്. എസെൻഷ്യൽ ഹെൽത്ത് കെയറിൽ 5 കമ്പോണൻസ് ആദ്യം പറയുന്നുണ്ട്. അപ്പോൾ എസെൻഷ്യൽ ഹെൽത്ത് കെയറിലെ കമ്പോണൻസ് ആയിട്ട് പറയുന്നത് വെച്ചാൽ ഹെൽത്ത് പ്രൊമോഷൻ,
അതേപോലെ ഡിസീസിന്റെ പ്രിവെൻഷൻ, റിസ്റ്റോറേഷൻ, റീഹാബിലിറ്റേഷൻ ആൻഡ് സപ്പോർട്ട് കൊടുക്കാം. അപ്പോൾ അതൊരു എസെൻഷ്യൽ ഹെൽത്ത് കെയർ ആയിട്ട് ഒരു ടീം ഉണ്ടാണ്. ആ ടീമിന് കുറച്ച് കമ്പോണൻസ് പറയുന്നുണ്ട്. ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യണം, അതേപോലെ അവർ ഡിസീസ് കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യുക, റീസ്റ്റോറേഷന് ഹെൽപ്പ് ചെയ്യുക, റീഹാബിലിറ്റേഷനും സപ്പോർട്ടും കാര്യങ്ങൾ കൊടുക്കുക. പിന്നെ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് യൂണിവേഴ്സലി ആക്സസിബിൾ. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈക്വലി ആക്സസിബിൾ ഫിനാൻഷ്യലി, കൾച്ചറലി ആൻഡ് ഫങ്ഷണലി ആൻഡ് ജിയോഗ്രഫിക്കലി ടു ഓൾ. അപ്പോൾ ഇത് PSCക്ക് ഒരു കമ്പോണന്റ് പറഞ്ഞതാണ്. അപ്പൊ എങ്ങനെ വെച്ചാൽ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റണം. എല്ലാ ജാതി ഭേദ എല്ലാ ഭേദമന്യേ നമ്മള് സെക്സ് അല്ലെങ്കിൽ ഏജ് കാര്യങ്ങളൊന്നും നോക്കാണ്ട് എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെന്നുള്ളതാണ് ഇതിൽ പറഞ്ഞത്. അതേപോലെ യൂണിവേഴ്സലി ആക്സസിബിൾ ആയിരിക്കും. ഇപ്പൊ നമ്മളിങ്ങനെ ഒരു കാര്യം വരുന്ന സമയത്ത് ഇതെല്ലാവർക്കും ഒരേപോലെ തന്നെ ആക്സസ് ചെയ്യാനും കൂടി പറ്റണം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷനിൽ പറയുന്നത്. ഇനി അതേപോലെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ വേണം. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ വന്നത്. ഈ എന്താണ് ഇത് കുറച്ച് കീ പോയിന്റ്സ് കൊടുത്തിരുന്നു. ആ കീ പോയിന്റ്സിൽ എന്താണ് ഇതിന്റെ പ്രൈമറി ഹെൽത്ത് കെയറിന്റെ ഇമ്പോർട്ടന്റ് വന്നിട്ടുള്ളത്. അപ്പൊ അതിലേതാണ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഉള്ളത്. ഇൻഡിവിജ്വൽ ഫാമിലി കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, ഇൻഡിവിജ്വൽ ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് ഇൻ ദി നീഡ്സ് ഐഡന്റിഫിക്കേഷൻ, ആക്സസ്മെന്റ്, പ്ലാനിംഗ്, ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഹെൽത്ത് കെയർ സർവീസസ്. ഈ ഇൻഡിവിജ്വലിന്റെ ഫാമിലിന്റെ കമ്മ്യൂണിറ്റിന്റെ ഇൻവോൾവ്മെന്റ് വേണം നമ്മൾ ഒരു ഐഡന്റിഫിക്കേഷൻ, അസസ്മെന്റ്, പ്ലാനിങ് നടത്താൻ. ഇതെങ്ങനെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതൊക്കെ ഇവാലുവേഷൻ ചെയ്യാം. ഇതിലൊക്കെ നമ്മുടെ നാട്ടിലത്തെ കമ്മ്യൂണിറ്റിയിലെ ഇപ്പൊ ഈ PHC കാര്യങ്ങൾ എപ്പോഴും ഒരു പഞ്ചായത്തിന്റെ ഇതിലായിരിക്കുമല്ലോ കൂടുതൽ, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആ രീതിയിൽ. അപ്പൊ ഈ പഞ്ചായത്തിന്റെ അണ്ടറിലാകുന്ന സമയത്ത് ഈ പഞ്ചായത്തിന്റെ കാര്യങ്ങൾ ഇവര് ഫുള്ള് ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. മെഡിക്കൽ ഓഫീസർ ആണെങ്കിലും അവിടുത്തെ ഇവർക്ക് ആരാണെങ്കിലും ഈ ആശാവർക്കർമാർ അങ്ങനത്തെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു പഞ്ചായത്തായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. പഞ്ചായത്തിൽ എന്തൊരു കാര്യം നടക്കുകയാണെങ്കിലും ആ നാട്ടിലെ മെഡിക്കൽ ഓഫീസറാണ് അതിന്റെ മെയിൻ ആയിട്ട് വരിക. അപ്പൊ അതേ രീതിയിൽ എല്ലാത്തിനും ആ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് കൊടുക്കണം. അപ്പൊ ഡിസീസിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിനൊക്കെ എങ്ങനെ നമുക്ക് പ്രിവെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ പുതിയൊരു ഡിസീസ് വരുമ്പോൾ അതിനെ എങ്ങനെയൊക്കെ നമ്മൾ സാധ്യതകൾ ഉപയോഗിച്ച് മാനേജ്മെന്റ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അവർക്ക് ഡിസ്കഷനിൽ വരും. അതേപോലെ തന്നെയാണ് അപ്രോപ്രിയേറ്റ് ടെക്നോളജി, പ്രൊസീജിയർ, ടെക്നിക്സ്, എക്യുപ്മെന്റ്സ് ഇങ്ങനത്തതൊക്കെ സയന്റിഫിക്കലി വാലിഡ് ആയിരിക്കണം. അതേപോലെ തന്നെ അഡാപ്റ്റഡ് ടു ലോക്കൽ നീഡ്സ് ആൻഡ് ആക്സെപ്റ്റബിൾ ടു ദി ക്ലയൻസ് പ്രൊവൈഡേഴ്സ് വിത്തിൻ അവൈലബിൾ റിസോഴ്സസ്. അവർ നിൽക്കുന്ന സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതായിരിക്കണം. അത് എപ്പോഴും വാലിഡ് ആയിരിക്കണം. നമ്മളിപ്പോ ഇന്ന് ഉപയോഗിച്ച നാളെ ഉപകരണം കൊണ്ട് അത് തെറ്റാണ് അല്ലെങ്കിൽ അത് എടുത്ത് പോയി എന്നുള്ള രീതിയിൽ പറയാൻ പാടില്ല. അപ്പൊ അത് എപ്പോഴും വാലിഡ് ആയിട്ടുള്ള സാധനങ്ങളായിട്ട് അതിൽ യൂസ് ചെയ്യുന്നു. പിന്നെ അതിന്റെ കമ്പോണൻസ് ആണ് നമ്മളിപ്പോൾ മൾട്ടി സെക്ടോറൽ അപ്രോച്ച് എന്ന് പറഞ്ഞത്. അപ്പോൾ ബാക്കി ഹെൽത്തിനെ ഡിറ്റർമിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എഡ്യൂക്കേഷന്, ഹൗസിങ്, ന്യൂട്രീഷന് ഇങ്ങനത്തെ ബാക്കി സോഷ്യോ എക്കണോമിക് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ഇതിന്റെ ഡിറ്റർമിനൻസ് ആയിട്ട് ഈ കോംപ്രഹെൻസീവ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിലും കൂടി ഇൻവോൾവ് ചെയ്യണം. അപ്പോൾ അതിന് ബാക്കി കമ്പോണൻസിനും കൂടി ഇതിൽ ഇമ്പോർട്ടന്റ് ഉണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ. ഫോളോവിങ് ഇസ് എ പ്രിൻസിപ്പിൾ ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ: ഫാമിലി പ്ലാനിങ്, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, ഫ്രീ മെഡിക്കൽ കെയർ, ഇമ്മ്യൂണൈസേഷൻ. അതിന് പ്രൈമറി ഹെൽത്ത് കെയറിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രീ മെഡിക്കൽ കെയറോ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷനോ ഒക്കെ നമുക്ക് തോന്നാം. പക്ഷെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആണ് അവിടെ ഇത് വരിക. അതിപ്പോ നമ്മൾ ഇതിന്റെ കീ പ്രിൻസിപ്പിൾ ആയിട്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു, ആ പോയിന്റ്സ് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഇത് നമ്മൾ ഈ ഇപ്പൊ മറ്റേതൊക്കെ ആയിട്ട് വരാലോ. കാരണം എന്താ, ഫ്രീ മെഡിക്കൽ കെയർ കൊടുക്കണം, ഫ്രീ ആയിട്ട് തന്നെയാണല്ലോ മെഡിസിൻ കൊടുക്കുന്നത്. അതേപോലെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളൊക്കെ എന്താ PHCന്റെ അണ്ടറിൽ തന്നെ വരുന്നത്. പക്ഷെ പ്രിൻസിപ്പിൾ ആയിട്ട് പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഈ കുറച്ച് പ്രിൻസിപ്പിൾ അല്ലേ പറഞ്ഞുള്ളൂ. അപ്പൊ അതിൽ എടുത്തു പറഞ്ഞ സാധനം കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആണ്. അതുകൊണ്ടാണ് കേട്ടോ. ഇനി PHCന്റെ ഡെഫിനേഷൻ എന്താ വെച്ചാല്, PHC ഈസ് എസെൻഷ്യൽ, ഡെഫിനേഷൻ ആയിട്ടല്ല കേട്ടോ പറഞ്ഞത്, ഒരു പോയിന്റ് ആയിട്ട് പറയാം. PHC is essential health care made universally accessible to individuals and families in the community by means accessible to them through their full participation and at a cost that community and country can afford. നമ്മൾ ഇതൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞ സാധനമാണ് യൂണിവേഴ്സലി ആക്സസിബിൾ ആയിരിക്കണം ഇൻഡിവിജ്വൽസിനും, അവർ നിൽക്കുന്ന ഫാമിലീസിനും, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റിക്കും, അവർ നിൽക്കുന്ന എല്ലാ ഇതിലും. പിന്നെ അവരുടേതായിട്ടുള്ള ഫുൾ പാർട്ടിസിപ്പേഷൻ കൊടുക്കാൻ പറ്റണം. അതേപോലെ കമ്മ്യൂണിറ്റിന്റെ കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. It forms an integral part of both the countries of health system of which it is the nucleus and the overall social and economical development of the community. അപ്പൊ ഇതാ ഞാൻ പറഞ്ഞ PHC എപ്പോഴും ആ ഒരു കമ്മ്യൂണിറ്റിന്റെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല, ആ കമ്മ്യൂണിറ്റിന്റെ ഓവറോൾ ഹെൽത്തും അതിന്റെ എൻവയോൺമെന്റും അതിന്റെ എക്കണോമിക് ഡെവലപ്മെന്റിനും ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ പ്രൈമറി ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഒരു വളർച്ചകളും കാര്യങ്ങളും ഉണ്ടാവാതെ പറഞ്ഞത്. ഇനി ഇപ്പൊ ഇതാണ് നമ്മൾ എസെൻഷ്യൽ ആയിട്ട് പബ്ലിക് ഹെൽത്ത് സർവീസിൽ നമുക്ക് എന്തൊക്കെയാ കാര്യങ്ങൾ കിട്ടാന്നുള്ളത്. ഇത് ഒരു പോളിസി ഇവര് നമുക്ക് എങ്ങനെയൊക്കെ അത് യൂസ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ, എങ്ങനെയൊക്കെ സിസ്റ്റം മാനേജ്മെന്റ് യൂസ് ചെയ്യാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്
ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇത് ഒന്ന് നോക്കി വെക്കുക. കാരണം പ്രൈമറി ലെവലിൽ എന്തൊക്കെയാ വരുന്നത്, സെക്കൻഡറി ലെവലിൽ ഏതാ വരുന്നത്, ടേർഷറി ലെവലിൽ ഏതൊക്കെയാ വരുന്നത് എന്നുള്ളത് നോക്കി വെക്കുക. അപ്പൊ ഈ പ്രൈമറി ലെവലിലെ പ്രൈമറി ലെവൽ കെയറിൽ 2 സെക്കൻഡറിയിൽ 3, ടേർഷറിയിൽ 1, ആ രീതിയിൽ. ഫസ്റ്റ് നമുക്കറിയാം നമ്മുടെ നാട്ടിലൂടെ തന്നെ ചെറിയ ഒരു ഇതിലല്ല, എപ്പോഴും കുറച്ച് ഉള്ളേരിയകളിലൊക്കെ ആകുമ്പോൾ ആദ്യം ഒരു സബ് സെന്റർ ഉണ്ടാവും. സബ് സെന്ററിന് നമ്മൾ എന്താണ് നോക്കിയിട്ട് വലിയ നമുക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ 2 ദിവസം നോക്കിയിട്ട് പറ്റുന്നില്ല, അങ്ങനത്തെ കേസുകളൊക്കെ നേരെ PHCക്ക് പോകും, പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പോകും. ഈ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നിന്ന് കുറച്ചും കൂടി റെഫർ ചെയ്യേണ്ട കേസാണ്, അല്ലെങ്കിൽ PHCന്ന് മാത്രം നമ്മളത് കയ്യിൽ നിൽക്കുന്നില്ല എന്നൊക്കെ നേരെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പോകും. അപ്പൊ അത് CHC ആയി. CHCന്ന് പിന്നെ നേരെ എന്തായി സബ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് പോകും, SDH പോകും. അവിടുന്ന് പിന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോകും. ഈ ഡിസ്ട്രിക്റ്റിക്കും സബ് ഡിസ്ട്രിക്റ്റിക്കും ഒക്കെ പോകുമ്പോൾ നമ്മൾ റെഫറൻസ് ലെറ്ററോടെ പോകുക, അല്ലാണ്ട് നമ്മൾ ആദ്യം തന്നെ ജില്ലയിൽ പോയിട്ടല്ല കാണിക്കുന്നത്. ജില്ലയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും എപ്പോഴും ഒരു മുന്നേ ആ നാട്ടിലത്തെ ആൾക്കാർക്ക് ഓക്കെ, അല്ലാത്ത ആൾക്കാർ എപ്പോഴും ഒരു റെഫറൽ ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് പോവുക. പിന്നെ അതിന്റെ മേലെ മെഡിക്കൽ കോളേജ്, തീർച്ചയായിട്ടും അവർക്ക് എത്തണമെങ്കിൽ നമുക്ക് അതേകാരം അതിന്റെ മുന്നത്തെ ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന്റെ ലെറ്ററും കാര്യങ്ങളും വേണ്ടി വരും. പക്ഷെ ഇതിനൊക്കെ അവിടെ തന്നെ ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാം. അവിടെ തന്നെ ആൾക്കാർക്ക് വിത്ത് റെഫറൻസ് ഇല്ലാണ്ട് നേരെ ജനറൽ OPയിൽ കാര്യങ്ങൾ പോകും. പക്ഷെ സൂപ്പർ സ്പെഷ്യാലിറ്റി കാര്യങ്ങൾ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എടുത്ത് പോകുമ്പോൾ എപ്പോഴും വിത്ത് റെഫറലോട് തന്നെയാണ് പോവുക. അപ്പൊ നമ്മളിവിടെ എന്താണെന്ന് വെച്ചാൽ പ്രൈമറി ലെവൽ കെയറിൽ 2 വരുന്നത്, സബ് സെന്ററും PHC. സെക്കൻഡറി ലെവൽ കെയറിലായപ്പോൾ 3 വരുന്നത്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ വന്നു, സബ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് വന്നു, അതേപോലെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ വന്നു. ടേർഷറിയിൽ ഒറ്റൊന്നേ ഉള്ളൂ, നമുക്ക് തന്നെ അറിയാം, അറ്റ്മോസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മേലെ എപ്പോഴും നിൽക്കുന്നത് ആ നാട്ടിലെ മെഡിക്കൽ കോളേജുകളോ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അതിൻ്റെതായിട്ടുള്ള ഹോസ്പിറ്റലുകളായിരിക്കും. ഈ ഒരു ഓർഡറിലാണ് നമ്മളിത് നോക്കി വെക്കേണ്ടത് കേട്ടോ. ഇനി ഒരു മുന്നത്തെ പ്രാവശ്യത്തെ ലാസ്റ്റ് BSCയിൽ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത് തന്നെയാണ് CHC, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ കവറിംഗ് പോപ്പുലേഷൻ ഓഫ്, അപ്പൊ 40 to 60,000, 80 to 80,000, 80 to 1,20,000, 1,20,000 to 2 lakh. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിൽ എത്രയാണ് 2 lakh ആണ് കേട്ടോ, 20,000 അല്ലേ, ടൈപ്പിൽ ഒരു 0 പോരാ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് എത്രയാണ് അതിന്റെ കവറിങ് വരുന്നത് വെച്ചാൽ 80 to 1,20,000 ആണ്. അപ്പൊ അത് അങ്ങനെ തന്നെ നോക്കി നിൽക്കാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഇത് വരുന്നുണ്ട്. അപ്പൊ ഈ രീതിയിലാണ് ഓരോ ഇതിനും എത്രത്തോളാണ് അതിന്റെ പാർട്ടിസിപ്പേഷൻ വരുന്നതെന്നുള്ളത് വേണം. അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് പറഞ്ഞ സബ് സെന്റർ, അതേപോലെ പ്രൈമറി ഹെൽത്ത് സെന്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. സബ് സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ ഏരിയയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, കുന്നും മലകളൊന്നും ഇല്ലാത്ത പ്ലെയിൻ ഏരിയയിലാണെങ്കിൽ 5,000 പേഴ്സൺസിനാണ് ഒരു സബ് സെന്റർ വരിക. പക്ഷെ അതിന്റെ ഒരു ഹില്ലി അല്ലെങ്കിൽ കുറച്ചും കൂടി ട്രൈബൽ ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ 3,000 പേഴ്സൺസിനാണ് ഒരു സബ് സെന്റർ വരണം. അപ്പൊ സബ് സെന്റർ എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിൽ കൂടെ എല്ലാം ചെറുതായിരിക്കും. അതിൽ നിന്ന് പിന്നെ മേലെ പോയിട്ട് പ്രൈമറി ഹെൽത്ത് സെന്റർ വരും. പ്രൈമറി ഹെൽത്ത് സെന്റർ ആകുമ്പോൾ പ്ലെയിൻ ഏരിയസിലാണ് 30,000, ഹില്ലി അല്ലെങ്കിൽ ട്രൈബലിനാകുമ്പോൾ 20,000. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ എപ്പോഴും 20 to 30,000 എന്നുള്ള രീതിയിലാണ് വരിക. ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഹില്ലി ആകുമ്പോൾ എപ്പോഴും കുറെ മലയും കാണുമ്പോൾ കയറിയിട്ട് കുറച്ച് വീടുകൾ മതിയല്ലോ. അപ്പൊ അതേ രീതിയിൽ അപ്പൊ അവിടെ 20,000, പ്ലെയിൻ ആകുമ്പോൾ കുറച്ചും കൂടി നേരിട്ട് കാണുമ്പോൾ ഒരു 30,000 വരെ ഡീല് എടുക്കാം. പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലാകുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ 80 to 120 lakh നിലവിൽ. അപ്പോ ഈ രീതിയിൽ തന്നെ ആലോചിച്ചൊക്കെ ഇത് എപ്പോഴും സ്ഥിരമായിട്ട് ഇപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻസിലൊക്കെ ആണെങ്കിലും ഇത് എപ്പോഴും വരാറുള്ളതാണ്. PHCയിലാകുമ്പോൾ 20 to 30,000, പിന്നെ CHCയിലാകുമ്പോൾ 80 to 120 നില കേട്ടോ. ഇനി ഇതിപ്പോ നമ്മൾ നേരത്തെ കാണിച്ച പിക്ചർ തന്നെ ഒന്നുകൂടി തിരിച്ചിട്ടതാണ്. പ്രൈമറിയിൽ 2 വരുന്നത്, സബ് സെന്ററും പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സും. സെക്കൻഡറിയിലാകുമ്പോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആണ്. ടേർഷറിയിലാകുമ്പോൾ ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജ്, ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ കോളേജ് ഒറ്റ വരുന്നുണ്ട്. അപ്പോ നമ്മൾ നേരത്തെ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അങ്ങനത്തെ എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ പറഞ്ഞു ഇനി കുറച്ച് ഹെൽത്ത് പ്ലാനിങ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കമ്മിറ്റികൾ പഠിക്കാനുണ്ട്. ഈ കമ്മിറ്റികളൊന്നും ഇതുവരെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ എന്തും ചോദിക്കാന്നുള്ള ഒരു കാലാവസ്ഥ ഇതുകൊണ്ട് മാത്രം, സാഹചര്യം ഇതുകൊണ്ട് മാത്രം എടുത്തിട്ടതാണ്. അപ്പൊ കുറെ രീതിയിലുള്ള കമ്മിറ്റിയാണ്, ബോർ കമ്മിറ്റി, ചാത, അങ്ങനെ കുറെ കമ്മിറ്റികളുണ്ട്. അപ്പൊ ഇതിൽ കുറച്ചെങ്കിലും നോക്കാം. പിന്നെ ഇതിൽ തന്നെ ഓരോ ടെക്സ്റ്റും ഓരോ ഇയേഴ്സും കാര്യങ്ങളൊക്കെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പൊ വല്ലാണ്ട് അതൊന്നും ഇതില്ല. അപ്പൊ ബോർ കമ്മിറ്റി മുതലിയാറാണ് കൂടുതലായിട്ട് എവിടെയൊക്കെ നമ്മൾക്ക് ഇല്ലയിലൊക്കെ കാണാറുണ്ട്. നിങ്ങൾക്കൊന്നും അത്ര ഡെപ്തിലേക്ക് പോകൂല, പക്ഷെ എന്നാലും അറിഞ്ഞിരിക്കാന്നില്ല. ബോർ കമ്മിറ്റി 1946 അതേപോലെ തന്നെ മുതലിയാറാണെങ്കിൽ 1962. അപ്പൊ ചാത കമ്മിറ്റി 1960,
3-ലാണ് വന്നത്. അതേപോലെ പിന്നെ മുഖർജി കമ്മിറ്റി രണ്ട് ഇതിൽ വന്നിട്ടുണ്ട്, 65-ൽ വന്നിട്ടുണ്ട്, 66-ലും വന്നിട്ടുണ്ട്. ബോർ കമ്മിറ്റി 46-ലാണ്. ഒക്കെ ഒരു 90 കാലഘട്ടത്തില് 1946-ലാണ്. പിന്നെ മുതലിയാർ 1962-ലാണ്. ഇനി അതിന്റെ തന്നെ ബാക്കിയുള്ളതാണ്. ജംഗൽവാല കമ്മിറ്റി വന്ന 1967-ല്, കാർട്ടർ സിംഗ് 1973, ശ്രീവാസ്തവ കമ്മിറ്റി 1975-ല്. പിന്നെ രാമാലിംഗസ്വാമി കമ്മിറ്റി വന്നത് 1980-ലാണ്. പിന്നെ ഹൈപ്പവർ കമ്മിറ്റി അതൊന്നുമാണ്, ബജാജ് 1986-ല്. ഇത് ഈ ഓർഡറിലാണ്. അപ്പോൾ ഒരു ജസ്റ്റ് ഇമേജുകളിലെങ്കിലും ഏതെങ്കിലും രീതിയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓർഡർ ആണെന്നെങ്കിലും നോക്കാം. അപ്പൊ നമുക്കൊരു ഫസ്റ്റ് ജംഗൽവാലയാണ്, പിന്നെ ആ ഒരു ഓർഡറെങ്കിലും നോക്കിയാലേ ഇതാക്കട്ടോ. ബോർ കമ്മിറ്റിയും മുതലിയാറും ഒന്ന് നോക്കി വെക്കാം. ഇനി അടുത്തൊരു ഇതാണ് കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഹെൽത്തിന്റെ കൺസെപ്റ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞു നേരത്തെ തന്നെ, ഒരിക്കലും ഒരു ഡിസീസ് ഇല്ല എന്നുള്ളതല്ല ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക. കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്, നോട്ട് മിയർലി ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫോർമിറ്റി എന്നുള്ളത് തന്നെയാണ് ഹെൽത്തിന്റെ ഇത് വേണം. അപ്പൊ ഈ കൺസെപ്റ്റിൽ കുറച്ച് ഡയമെൻഷൻസ് പറയുന്നുണ്ട്. ഈ ഡയമെൻഷൻസിൽ നമ്മൾ കുറച്ചൊക്കെ എടുത്തു പറയണം. ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, സ്പിരിച്വൽ, ഇമോഷണൽ ആൻഡ് വൊക്കേഷണൽ. ഇത്രയും ആണ് നമ്മൾ ഇതിന്റെ ഡയമെൻഷൻസ് പറയുന്നത്. അപ്പൊ ഈ തലത്തിലെല്ലാം പോയിട്ടാണ് നമ്മൾ ഹെൽത്തിന് ഒരു ഡെഫിനേഷനോ അല്ലെങ്കിൽ ഹെൽത്തിനോ നമ്മൾ നിർവചിക്കാനോ പറ്റുള്ളൂ. ഇത് നമ്മൾ പറഞ്ഞു മെന്റൽ, സോഷ്യൽ, ഫിസിക്കൽ, വെൽബീയിങ്. അപ്പൊ ഇതിൽ നമ്മൾ എല്ലാം ഒന്നും ഡിസ്കഷൻ ചെയ്യുന്നില്ല. ജസ്റ്റ് 1-2-3 മാത്രം നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെ നമ്മളിപ്പോ പറഞ്ഞത് തന്നെയാണ് കേട്ടോ. ഇതിലിപ്പോ ഒരു 6 ഡയമെൻഷൻസ് ആണ് വെൽനെസ്സിന് വേണ്ടിയിട്ട് ഒരു എടുത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സ്പിരിച്വൽ, സോഷ്യൽ, ഫിസിക്കൽ, ഇന്റലക്ച്വൽ, ഇമോഷണൽ, വൊക്കേഷണൽ. ഈ 6 ആണ് എടുത്ത് പറഞ്ഞത്. പിന്നെ അതേഴ്സ് എന്ന് പറയുന്നത് ബാക്കി എന്തും വരാം. ഫസ്റ്റ് നമ്മൾ ഫിസിക്കൽ ഡയമെൻഷൻ പറയാം. ഫിസിക്കൽ ഡയമെൻഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ബോഡി എങ്ങനെയാണോ പെർഫെക്റ്റ് ഫങ്ഷനിങ് ആണോ, അല്ലെങ്കിൽ ഓരോ ഓർഗനും ഓരോ തലത്തിൽ, അല്ലെ ഓരോ ഓർഗനും ഹാർമോണിയസ് ആയിട്ട് നല്ല രീതിയിൽ അതിന്റെ മാക്സിമം ഫുൾ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫിസിക്കൽ ഡയമെൻഷനിൽ പറയാം. ഇപ്പൊ നമ്മൾ പറയാം നമ്മുടെ എന്റെ ഹാർട്ട് ഓക്കെയാണ്, എന്റെ ലിവർ ഓക്കെയാണ്, എന്റെ കിഡ്നി ഓക്കെയാണ്. പക്ഷെ ഈ ഹാർട്ട്, ലിവർ, കിഡ്നി ഒക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ സിങ്ക്രോണൈസ് ചെയ്തിട്ടല്ല വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളുടെ ഫിസിക്കൽ ഡയമെൻഷൻ ഓക്കെ ആവില്ല. അതിന്റെ വെച്ചാൽ ഹാർട്ടിന്റെ ഫംഗ്ഷനിങ് നടത്തുന്നു, പക്ഷെ അത് ലിവറിനോടൊന്നും ഒരു കോമ്പറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ലിവർ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവര് തമ്മിൽ തന്നെ ഒരു അസന്തുലിതാവസ്ഥ വന്നിട്ട് ബാക്കി പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളോട് ഉദ്ദേശിക്കണം. Physical health means perfect functioning of the body in which each organ working in harmony with maximum capacity. ഓരോ ഓർഗനും അതിൻ്റെതായിട്ടുള്ള നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. Physical health is achieved by exercise, healthy diet, adequate rest, sleep and no smoking or alcohol intake. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അഡിക്വേറ്റ് ആയിട്ടുള്ള എക്സസൈസ് വേണം, അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ആയിരിക്കണം, പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള റെസ്റ്റും സ്ലീപ്പും വേണം. അതേപോലെ തന്നെ ദുശീലങ്ങള്, സ്മോക്കിങ്ങോ ഡ്രിങ്കിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ പാടില്ല. പിന്നെ ടു മെയിൻറ്റെയിൻ ഫിസിക്കൽ ഹെൽത്ത് ദർ ഇസ് നീഡ് ഓഫ് ഫോർ ടേക്കിംഗ് സേഫ്റ്റി പ്രിക്കോഷൻസ് ആൻഡ് റെഗുലർ ഫോളോ അപ്പ് വിത്ത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. അപ്പൊ ഫിസിക്കലി നമ്മൾ ഹെൽത്ത് ആണ് അല്ലെങ്കിൽ നമുക്ക് വെല്ലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ റെഗുലർ ആയിട്ടുള്ള ഫോളോ അപ്പും കാര്യങ്ങളും ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇനി എന്തൊക്കെ നമുക്ക് നോക്കാം, ഒരാൾ ഫിസിക്കൽ ഹെൽത്ത് ഗുഡ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിന് മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രൈറ്റീരിയ വെക്കുമല്ലോ. ഇന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ ആണെന്നുള്ളത് കുറച്ച് ക്രൈറ്റീരിയ വെക്കാം. അതിൽ നമുക്ക് മാർക്ക് ചെയ്യാം 3, 2, 1, 0 എന്നുള്ള രീതിയിൽ ഓരോ ക്രൈറ്റീരിയ ഒക്കെ കൊടുക്കാം. അപ്പൊ ടോട്ടൽ വെച്ചിട്ടാണ് നമ്മൾ നോക്കാം. അപ്പൊ ഗുഡ് കോംപ്ലക്ഷൻ, അതൊരിക്കലും കളർ നല്ല ഉദ്ദേശിക്കുന്നത് അയാളുടെ അപ്പിയറൻസ് കാര്യങ്ങളും ഗുഡ് ആയിരിക്കാം. നമ്മൾ വെൽ ആൻഡ് നീറ്റ്ലി പ്രസന്റ് ചെയ്യാന്നുള്ളതാണ് ഈ ഗുഡ് കോംപ്ലക്ഷൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ക്ലീൻ സ്കിൻ ആവാം. ഇപ്പൊ നമ്മൾ സൾഫർ ഒക്കെ പറയുന്നുണ്ടല്ലോ, എപ്പോഴും ഡേർട്ടി അല്ലെങ്കിൽ അൺക്ലീൻ, അല്ലെ എപ്പോഴും ഒരു രീതിയിൽ ഡേർട്ടി, മറ്റേ അൺവാഷ്ഡ് അല്ലെങ്കിൽ അൺലുക്കിങ്, അങ്ങനെ കുറെ കാര്യങ്ങൾ സൾഫർ പറയും. അതേ രീതിയിൽ അല്ലാണ്ട് പ്ലസന്റ്ലി നിൽക്കുന്ന രീതിയിലായിരിക്കും ക്ലീൻ സ്കിൻ വരണം. പിന്നെ ബ്രൈറ്റ് ഐസ്, നോട്ട് ടു ഫാറ്റി, ഒരുപാട് ഇതാവല്ല പക്ഷെ നോട്ട് ടു, രണ്ടു രീതിയാകാം. പിന്നെ എ സ്വീറ്റ് ബ്രെഡ്, അതേപോലെ ഗുഡ് അപ്പറ്റൈറ്റ്, സൗണ്ട് സ്ലീപ്പ്, regular activities of the bowel and bladder, smooth easy coordinated bodily movements. അപ്പോൾ ഇതിലെ ബൗൽ, ബ്ലാഡർ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ഫിസിക്കൽ ജനറൽസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അതുണ്ടാകാം. നമ്മൾ കേസ് എടുക്കുന്ന സമയത്ത് ഫിസിക്കൽ ജനറൽസ് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നോട്ട് ചെയ്ത് നോക്കുന്നത്. അപ്പൊ അതന്നെയാണ് ഇവിടെ പറയുന്നത്. ബ്രത്ത് എങ്ങനെ, അപ്പറ്റൈറ്റ് എങ്ങനെ, തേഴ്സ്റ്റ് എങ്ങനെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മളെ കേസ് കൊടുക്കുന്ന രീതിയിൽ. അപ്പൊ ഈ ഒരു രീതി എല്ലാ കാര്യങ്ങളും നമ്മൾ ഫിസിക്കൽ ഡയമെൻഷനിൽ നോക്കും.
പിന്നെ അടുത്തൊരു സാധനമാണ് മെന്റൽ ഡയമെൻഷൻ. ഒരിക്കലും നമ്മൾ പറയുന്നില്ല മെന്റൽ വേറെയും ഫിസിക്കൽ വേറെയും. നമ്മൾ ഹോമിയോപ്പതിന്റെ തിയറീസ് തന്നെ എങ്ങനെയാ പോണേ, ഒരാൾക്ക് എന്തെങ്കിലും മെന്റൽ ഡിറേഞ്ച്മെന്റോ കാര്യങ്ങളോ കൂടുതൽ വരുന്ന സമയത്ത് അത് ഫിസിക്കലി എക്സ്പ്രസ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഡിസീസുകളും കാര്യങ്ങളും കൂടുതൽ വരുന്നത്. നമ്മള് മെന്റൽ ഇത് പറയുന്നല്ലേ, ഞങ്ങൾ അഫോർസ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ, പിന്നെ നമ്മളെ മെന്റൽ ഡിസീസിന്റെ അഫോർസ് ഞങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ 210 to 230 ആ സമയത്തിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്, ബോഡി ഫിസിക്കലി എന്തെങ്കിലും ബോഡിലി മെന്റലി എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് ഫിസിക്കലി വരിക, അതേപോലെ തന്നെ വൈസ് വേഴ്സ ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മളിവിടെ പറയുന്നത്, മെന്റൽ ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ബാലൻസ് ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് മൈൻഡ്. ഏർലിയർ ഇത് വിചാരിച്ചിരുന്നത് തന്നെ ബോഡി വേറെ മൈൻഡ് വേറെ, ബോഡിക്ക് എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് മൈൻഡ് അത് വേറെ തന്നെ, രണ്ടിനും രണ്ടായിട്ടാണ് മുന്നേ പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നത്തെ പഠനങ്ങളും കാര്യങ്ങളും അത് മനസ്സിലാക്കി ബോഡിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവുന്നതും മൈൻഡിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും രണ്ടും സെയിം ആണ്, അല്ലെങ്കിൽ അത് സിങ്ക്രോണൈസ്ഡ് ആണ്, ഒരേ രീതിയിലാണ് ഉള്ളത്. അപ്പൊ ബട്ട് ദീസ് ആർ ഇന്റർ റിലേറ്റഡ്, ഫിസിക്കൽ ഇൽനെസ് ക്യാൻ റിസൾട്ട് വിത്ത് മെന്റൽ ഇൽനെസ് ആൻഡ് വൈസ് വേഴ്സ. എങ്ങനെയാണ് നമ്മൾ ഇത് ഉദ്ദേശിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾക്ക് എന്തെങ്കിലും മെന്റൽ ഇൽനെസ് ഉണ്ട്, അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിക്കുക ഡിപ്രഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആ രീതിയിലുള്ള അസുഖങ്ങളോ ആൻസൈറ്റിയോ കാര്യങ്ങളോ വന്നു. ഇങ്ങനെ ഒരു ഡിപ്രഷൻ ഉള്ള ആളെന്തായിരിക്കും, എന്തായാലും അയാളെ ഇൻടേക്കും കാര്യങ്ങളും കുറയും, നന്നായിട്ട് ന്യൂട്രീഷൻ എടുക്കണ കുറയും. അപ്പൊ അതേപോലെ തന്നെ അവർ ഭയങ്കര ചടങ്ങിയിരിക്കും, അല്ലെങ്കിൽ കൂടുതലായിട്ട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഹൈജീൻ ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പൊ അവരിങ്ങനെ റൂമിൽ തന്നെ അടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥകളാണ് ചോദിച്ചത്. ഇങ്ങനത്തെ സമയത്ത് എന്തായാലും ഇവർക്ക് ആവശ്യമായ ന്യൂട്രീഷനോ ഫുഡോ കാര്യങ്ങളോ ഇവർ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇമ്മ്യൂണിറ്റി സ്വാഭാവികമായിട്ട് കുറയും. ആ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇൻഫെക്ഷനോട് കൂടുതലായിട്ട് സസെപ്റ്റബിൾ ആവും. അപ്പൊ ഇവർക്ക് പെട്ടെന്ന് ചെറിയൊരു എന്താണ് അടുത്തുകൂടെ കാറ്റോ പൊടിയോ അടിച്ചാൽ തന്നെ അവർക്ക് അത് ഇമ്മ്യൂണിറ്റി കുറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കോൾഡും കഫ് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടാവും. അത് അതിന്റെ ഫിസിക്കൽ ഇൽനെസ് ആയിട്ട് ഇത് ചെയ്യും, എക്സ്പ്രസ് ചെയ്യും. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഇതിനെ കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും മെന്റൽ ഇൽനെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് എന്താണ് ഫിസിക്കൽ ഇൽനെസ്സിലേക്കും കൂടി കാണിക്കും. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക, എന്തെങ്കിലും മെന്റൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫിസിക്കൽ ഇൽനെസ് ആയിട്ട് കാണിക്കും. ഇനി അടുത്തൊരു സാധനമാണ് സോഷ്യൽ ഡയമെൻഷൻ. ഇവിടെ നമ്മളിപ്പോ ഇതന്നെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ എന്താണ് ഫിസിക്കലി മെന്റലി സോഷ്യലി ഈ ഒരു ഹെഡിങ്ങിലാണല്ലോ പോകണം. Individual socially healthy if he is able to maintain harmonious relationship with other members of the society in which he lives. Social health rooted in the positive material environment and positive human environment which is concerned with the social network of the individual. ഇതെങ്ങനെ വെച്ചാൽ അയാൾ ജീവിക്കുന്ന സമൂഹത്തോട് അയാൾക്ക് എന്തൊക്കെ കടപ്പാടുകളുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് എന്തൊക്കെ കടമകളുണ്ട്, അയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ പോസിറ്റീവായിട്ട് ഇയാൾക്ക് എടുക്കാൻ പറ്റും, ഈ അയാൾ നിൽക്കുന്ന എൻവയോൺമെന്റ് ഇയാൾക്ക് എത്രത്തോളം പോസിറ്റീവായിട്ട് കൊടുക്കും. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൂടി നോക്കിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഷ്യൽ ഹെൽത്ത് എന്നുള്ളത് പറയുന്നത്. അപ്പൊ ഇതാണ് ഈ സോഷ്യൽ ഡയമെൻഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് നമ്മുടെ സമൂഹത്തിനോടും നമ്മൾ നിൽക്കുന്ന എൻവയോൺമെന്റിനോടും കാണിക്കുകയാണെങ്കിൽ അതാണ് നമ്മൾ ഈ സോഷ്യൽ ഡയമെൻഷൻ നോക്കണം. അപ്പൊ സോഷ്യൽ ഡയമെൻഷനിൽ എന്തൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ക്രൈറ്റീരിയസ് എന്തൊക്കെയാന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ, അവരെ എങ്ങനെയാണോ അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം. അതുപോലെ തന്നെ ഇന്റിമസി, ഇവര് എത്രത്തോളം ഇതിനോട് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ റെസ്പെക്ട്, ഈക്വാലിറ്റി, സോഷ്യൽ ഫങ്ഷൻ, ഇതിലൊക്കെ ഇവർ എത്രത്തോളം ആക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഇവർ എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യുന്ന ഇൻക്ലൂഡ് ചെയ്യുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ സോഷ്യൽ ഡയമെൻഷൻ എന്നുള്ളത് നോക്കുക. ഇനി അടുത്തൊരു ഇതാണ് കൺസെപ്റ്റ് ഓഫ് വെൽബീയിങ്. വെൽബീയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ എന്തൊക്കെയാണോ ഒരു വെൽബീയിങ്ങിനെ നമ്മളെങ്ങനെ മലയാളം എന്താ അതെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം, നമ്മൾ ഇപ്പോൾ ലൈഫ് എക്സ്പെക്ടൻസി കൂടിയിട്ടുണ്ട്, പക്ഷെ നമ്മളെ ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഔട്ട്പുട്ട് കാര്യങ്ങൾ ഇപ്പൊ കുറവാണ്. നമ്മളൊരു സമൂഹത്തിലേക്ക് നമുക്ക് ഒരു 60 കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞാലും ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. ആ ഒരു ഇത് നമ്മൾ ജീവിക്കുന്ന ഒരു എന്താണ് നമ്മളൊരു 60 നമ്മളെ ഇതാണ് അല്ലെ, വാർദ്ധക്യം നമ്മളൊരു സ്വത്താണെന്ന് പറയാം, അതായത് നാളത്തെ ഒരു ഇതില്ലെന്നാണ് പറയും. പക്ഷെ അത്രയും നമുക്കിപ്പോ മുന്നേ കൊടുത്തിരുന്ന രീതിയിൽ ഇപ്പൊ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതെല്ലാം ഞാൻ പറഞ്ഞത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ലെവൽ ഓഫ് ലിവിങ്, ക്വാളിറ്റി ഓഫ് ലിവിങ്, ഇതൊക്കെ നോക്കിയിട്ടാണ് ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇയാൾക്ക് വെൽബീയിങ് ആണോ അല്ലെങ്കിൽ അല്ലേ എന്നുള്ളത് പറയാൻ പറ്റും. അയാൾ ജീവിക്കുന്ന സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതേപോലെ തന്നെ അയാളുടെ ലെവൽ ഓഫ് ലിവിങ്, ക്വാളിറ്റി ഓഫ് ലിവിങ്, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് WHO ഇൻക്ലൂഡ്സ് ഓൾ എക്സെപ്റ്റ്, എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ എക്സെപ്റ്റ്, ഈ എക്സെപ്റ്റ് ആണ് നമുക്ക് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ എക്സെപ്റ്റ് ഒന്നല്ലെങ്കിൽ കാണൂല, അല്ലെങ്കിൽ ഓക്കെ ഇതൊക്കെ ശരിയായിരിക്കും ഇതൊക്കെ ശരിയായിരിക്കും വിചാരിച്ചാൽ എല്ലാവരും
അപ്പൊ നമ്മളെ സംബന്ധിച്ച് 4 കറക്റ്റ് ആയിട്ട് തോന്നും. അപ്പൊ അങ്ങനെ അല്ലാണ്ട് എക്സെപ്റ്റ് എന്നുള്ളതിന് എപ്പോഴും ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ആ ക്വസ്റ്റ്യൻ തന്നെ വായിക്കാം. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്ത് എക്സെപ്റ്റ് എന്ന് നന്നായിട്ട് വട്ടിട്ട് വെക്കാം. പിന്നെ ഫാർമസിയിലൊക്കെ തന്നെ കൂടുതൽ അസർഷൻ റീസൺ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എവിടെയും കൊണ്ടായിട്ട് ഇവർക്ക് എക്സെപ്ഷൻ ഇടാം, എക്സെപ്റ്റ് ഇടാം, അതേപോലെ തന്നെ നോട്ടും ഇടാം. അപ്പൊ ഈ നോട്ട് എക്സെപ്റ്റ് വരുന്ന സമയത്ത് അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് രണ്ടട്ടം വായിച്ചിട്ട് തന്നെ നോക്കാം. അപ്പൊ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിൽ WHO ഇതിൽ വന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൻക്ലൂഡ് ഇൻകം ആൻഡ് ഓക്യുപ്പേഷൻ, അതേപോലെ സ്റ്റാൻഡേർഡ് ഓഫ് ഹൗസിംഗ്, എഡ്യൂക്കേഷൻ ആൻഡ് റിക്രിയേഷണൽ സർവീസസ്, ഹ്യൂമൻ റൈറ്റ്. ഇതിലൂടെ നമ്മൾ മനുഷ്യാവകാശം അങ്ങനത്തെ കാര്യങ്ങൾ പറയണില്ല. ഇൻകം ഓക്യുപ്പേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതെന്തായാലും നമ്മൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ ബാധിക്കും. അതേപോലെ എന്താണ് സ്റ്റാൻഡേർഡ് ഓഫ് ഹൗസിംഗ്, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ, നമ്മളെ വീടിന്റെ കാര്യങ്ങൾ, അങ്ങനത്തെ നമ്മൾ എന്താണോ നമ്മളൊരു നിൽക്കുന്നതിന്റെ ഹൗസിലാണല്ലോ ഇപ്പൊ നമ്മൾക്ക് ഇപ്പോഴും കൂടുതലായിട്ട് നമ്മൾ അതിന്റെ അടിയിലാണല്ലോ നിൽക്കുന്നത്. അപ്പൊ അതേപോലെ അയാൾക്ക് കിട്ടുന്ന എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ റിക്കറേഷനോ സർവീസ് ഇതിൽ ബാധിക്കും. പക്ഷെ ഹ്യൂമൻ റൈറ്റ് എന്നുള്ളത് നമ്മൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് അത്രത്തോളം എന്താണ് അതിൽ WHO ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ അതാണ് എക്സെപ്റ്റ്. പിന്നെ അടുത്ത് നമ്മൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഏതൊക്കെ വെച്ചിട്ടാണ് നോക്കാന്നുള്ളത്. അപ്പൊ നമ്മൾ 2 ടൈപ്പ് ആയിട്ടാണ് പറഞ്ഞത്. PQLI ഉണ്ട്, അതേപോലെ തന്നെ HDI ഉണ്ട്. ഇപ്പൊ ഈ PQLI എന്നുള്ളത് എടുത്തു പോയിട്ട് ഇപ്പൊ മെയിൻ ആയിട്ട് പറഞ്ഞത് HDI ആണ്. അപ്പൊ അതേ രീതിയിൽ ചിന്തിച്ചാൽ മതി. ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാണ് PQLI. അപ്പൊ PQLI എന്ന് പറഞ്ഞാൽ ഈസ് ആൻ അറ്റംപ്റ്റ് ടു മെഷർ ദി ക്വാളിറ്റി ഓഫ് ദി ലൈഫ് ഫോർ ദി വെൽ ബീയിങ് ഓഫ് എ കൺട്രി. നമ്മൾ നമ്മുടെ നാടിന്റെ നമ്മുടെ ഒരാളുടെ തന്നെ അയാളെ ക്വാളിറ്റി ഓഫ് ലൈഫ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് എന്നുള്ളത് വെച്ചത്. ഇറ്റ് ഷെയർസ് ദ ജനറൽ പ്രോബ്ലംസ് ഓഫ് മെഷറിംഗ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻ എ ക്വാണ്ടിറ്റേറ്റീവ് വേ. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് വേയിൽ ഒരാളുടെ ക്വാണ്ടിറ്റീനെ നോക്കുക. അയാളുടെ ക്വാളിറ്റി നമ്മൾ എപ്പോഴും ക്വാണ്ടിറ്റേറ്റീവ് വേല, നമുക്ക് ഒരിക്കലും തൂക്കി നോക്കാൻ പറ്റിയ സാധനമല്ലല്ലോ ഇയാളുടെ ക്വാണ്ടിറ്റി എത്ര. പക്ഷെ നമ്മളിപ്പോ പറഞ്ഞ രീതിയിലുള്ള ക്രൈറ്റീരിയസിന് മാർക്ക് കൊടുക്കുക. 0 to 100 നിലയിൽ എത്ര മാർക്ക് ഇങ്ങനെ കൊടുത്ത് നോക്കുക. അങ്ങനെ മാർക്ക് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിനൊരു ക്വാളിറ്റി അനാലിസിസ് ചെയ്തത്. അപ്പൊ 3 സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ആവറേജ് വാല്യൂ എടുത്തിട്ടാണ് നമ്മൾ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് നോക്കുന്നത്. അപ്പൊ ബേസിക് ലിറ്ററസി റേറ്റ്, ഇൻഫന്റ് മോർട്ടാലിറ്റി, ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ഏജ് 1 ഓൾ ഈക്വലി വെയ്റ്റഡ് ഓൺ സ്കെയിൽ 0 to 100 ഇങ്ങനെയാണ് നോക്കുക. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ബേസിക് ലിറ്ററസി റേറ്റ്. ഇവർക്ക് കിട്ടിയ എന്താണ് ഫസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ബേസിക് ആയിട്ട് കിട്ടിയ എഡ്യൂക്കേഷൻ കാര്യങ്ങൾ നോക്കുക. അതേപോലെ തന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി, കുട്ടികളുടെ മരണനിരക്കാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നുണ്ട്. കുട്ടികളുടെ മരണനിരക്കിനാണ് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ സമൂഹം എത്രത്തോളം നമ്മൾ നിൽക്കുന്ന എൻവയോൺമെന്റ് കാര്യങ്ങളും എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി എത്രത്തോളം നന്നായിട്ടുണ്ട് എന്നൊക്കെ നോക്കുന്നത് എപ്പോഴും ഇൻഫന്റ് മോർട്ടാലിറ്റി ആണ്. അപ്പോൾ നമ്മളിപ്പോ എന്താണ് മറ്റേണിറ്റി ഒരു പ്രഗ്നന്റ് ആകുന്ന സമയത്ത് തന്നെ അമ്മക്ക് നല്ല രീതിയിലുള്ള കെയറും കാര്യങ്ങളും കൊടുത്തിട്ടൊന്നുമില്ലെങ്കിൽ ഡെത്ത് കൂടും. പക്ഷെ മുന്നേക്ക് എന്ന് പറഞ്ഞാൽ ചൈൽഡ് ഡെത്ത് കൂടുതലായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ നമ്മൾ അറിയാം പനി വന്നിട്ടാണ് മരിച്ചത്, അല്ലെങ്കിൽ സീഷർ വന്നിട്ടാണ് മരിച്ചത്, അല്ലെങ്കിൽ കുട്ടിക്ക് പെട്ടെന്ന് തന്നെ ഒരു എന്താണ് കൊഞ്ഞാടൻ ഭരിച്ചു, അങ്ങനെ അങ്ങനെ പല രീതിയിൽ കുട്ടികളുടെ മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ ഇന്ന് ഇപ്പൊ നമുക്ക് കുറച്ച് ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അത്രക്കും കുട്ടികളുടെ മരണം കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ വളരെ റെയറാണ് കുട്ടി പനി കൂടിയിട്ട് മരിച്ചു, അല്ലെങ്കിൽ അങ്ങനെ എന്താണ് പെട്ടെന്ന് ഒരു സീഷർ വന്നിട്ട് മരിച്ചു, അങ്ങനെയൊക്കെ നമ്മളിപ്പോ കേൾക്കുന്നത് വളരെ കുറവാണ്. അപ്പൊ നമ്മൾ അതൊക്കെ നമ്മളുടെ ഇപ്പോഴത്തെ എന്താണ് മെഡിസിനൽ ആ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളും തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിൽ മെയിനായിട്ട് നോക്കുന്നത്. അപ്പൊ ഈ 3 സ്റ്റാറ്റിസ്റ്റിക്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ നോക്കിക്കുക. ഇൻഫന്റ് മോർട്ടാലിറ്റി, ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ഏജ് 1, അതേപോലെ തന്നെ ബേസിക് ലിറ്ററസി റേറ്റ്. ഇതിനെല്ലാം നമ്മൾ കൊടുക്കുന്ന സ്കെയില് 0 to 100 ആണ്. 0 എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വേർസ്റ്റ് പെർഫോമൻസ് പറയണം, അതേപോലെ തന്നെ 100 എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ആണ്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഓരോന്നിനും ഗ്രേഡ് ചെയ്യുക. എന്നിട്ട് ഇതിൽ എത്ര മാർക്ക് വന്നത് നോക്കിയിട്ടാണ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ നോട്ട് ടേക്കും പെർ ക്യാപിറ്റൽ GNP, അതേപോലെ തന്നെ മണി ഈസ് നോട്ട് എവറിത്തിങ്, മണി നിലയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. പിന്നെ നോട്ട് ടേക്കൺ പെർ ക്യാപിറ്റൽ GNP, നമ്മുടെ ഒരു നാടിന്റെ GNPക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ അടുത്തിൽ നമ്മൾ പറയുമ്പോൾ എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും HDIയിൽ ഇത് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അതാണ് ഇതിന്റെ മാറ്റം ഉണ്ടാവും. അപ്പൊ അടുത്ത് എന്താ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. അപ്പൊ ഇപ്പൊ പറയുന്നുണ്ട് PQLIനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇപ്പൊ HDI ആണ് മെയിൻ ആയിട്ട് നോക്കുന്നുള്ളത്. പക്ഷെ എന്നാലും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ PQLI വരാം, അല്ലാതെ പഴയതാണെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പൊ ആ രീതിയിൽ അതിന് നമ്മൾ ഒഴിവാക്കരുത്. അപ്പൊ PQLIയിൽ HDIയിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലോഞ്ചിവിറ്റി, ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത്, പിന്നെ നോളജിൽ പറഞ്ഞാൽ അഡൽട്ട് ലിറ്ററസി റേറ്റ് ആൻഡ് മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്. അതൊക്കെ നമ്മൾ പറഞ്ഞ സാധനം തന്നെ കേട്ടോ, ലിറ്ററസി റേറ്റ്.
പിന്നെ ഇൻകം, റിയൽ GDP, അതാണ് നമ്മൾ നോക്കിയൊരു എക്സ്ട്രാ സാധനം. നമ്മൾ മറ്റേൽ എടുത്തിട്ടില്ല, പെർ ക്യാപിറ്റ GNP എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. PQLയിൽ HD അതിൽ നമ്മൾ ഇതെടുത്തിട്ടുണ്ട്. പക്ഷെ സ്കെയിലോ 0 to 1 ആക്കി. കാരണം നമ്മളിപ്പോൾ ഒരു 0 to 100 കൊടുക്കുന്നതിന് പകരം നമുക്ക് 0 to 1 ആക്കിയിട്ട് അതിനെ വേണമെങ്കിൽ ഡബിൾ ചെയ്യാലോ. ആ രീതിയിലാണ് പോയത്. അപ്പൊ അത് അങ്ങനെ തന്നെ ആലോചിച്ചാൽ മതി. സ്കെയിൽ കുറച്ചു, 0 to 1 ആക്കി. പിന്നെ അതേപോലെ തന്നെ സ്കെയിൽ കുറച്ചും ചെയ്തു. പിന്നെ ഇൻകം എന്നുള്ളത് ഇതിൽ ആഡ് ചെയ്തും ചെയ്തു. അപ്പൊ ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞാൽ ലൈഫ് എക്സ്പെക്ടൻസി തന്നെയാണ്. നോളേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ലിറ്ററസി റേറ്റ്, ബേസിക് ലിറ്ററസി റേറ്റ് തന്നെയാണ്. ഇൻകം കൂടി ഇതിൽ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ലിവിങ് സ്റ്റാൻഡേർഡ്, ഇത് മൂന്നാണ് നമ്മൾ HDIയിൽ വരുന്നത്. ഇനി അടുത്തൊരു ഇതാണ് ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത്. നമ്മൾ ഹെൽത്തിന് ഇപ്പോൾ കുറച്ച് ഡയമെൻഷൻസ് പറഞ്ഞു, കുറച്ച് കൺസെപ്റ്റ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് കുറച്ച് ഡിറ്റർമിനൻസ്, ഈ ഡിറ്റർമിനൻസ് ഒക്കെ നമ്മൾ നോക്കണം. അപ്പോൾ ബയോളജിക്കൽ ഡിറ്റർമിനൻസ്, ബിഹേവിയറൽ, സോഷ്യോ കൾച്ചറൽ, പിന്നെ എൻവയോൺമെന്റ്, സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ, ഹെൽത്ത് സർവീസസ്, ഏജിങ് ഓഫ് ദി പോപ്പുലേഷൻ, ജെൻഡർ, അതർ. ഈ കാര്യങ്ങളെല്ലാം നമുക്കൊരു ഹെൽത്ത് മൾട്ടി ഫാക്ടോറിയൽ ആണെന്ന് പറയാൻ പറ്റും. അതായത് ഒരു ഹെൽത്തിന് നമ്മൾ ഡിറ്റർമിനൻസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വെക്കുകയാണ്. അപ്പൊ അങ്ങനെ വെക്കുന്ന സമയത്ത് അയാളുടെ ആ ഹെൽത്തിന്റെ ബയോളജിക്കൽ ഡിറ്റർമിനൻസ് എന്തൊക്കെയാ, അല്ലെങ്കിൽ ബിഹേവിയർ, സോഷ്യോ കൾച്ചറൽ, അയാളുടെ എൻവയോൺമെന്റൽ കൾച്ചറൽ, ഇങ്ങനെ ഇതൊക്കെ അതിൽ നോക്കും. പിന്നെ ഇതിപ്പോ ഈ പറഞ്ഞ സാധനം തന്നെയാണ് ഡിറ്റർമിനൻസ് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പറയാം. ഇതിൽ ഈ ഇൻകം, പിന്നെ ഹൗസ്, ഇതൊക്കെ നമുക്കറിയാലോ എന്തൊക്കെ അതിന് ഡിറ്റർമിനേഷൻ കൊടുക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത് കേട്ടോ. സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ്, എംപ്ലോയ്മെന്റ്, സോഷ്യബിലിറ്റി, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ജെൻഡർ, എത്നിസിറ്റി. ഇതിലൊന്നും ഇല്ലാത്തത് എക്സെപ്റ്റ് ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ലാത്തത് ഇതാണ്. ഇനി ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹെൽത്ത്. ഇത് നമ്മൾ വീണ്ടും എപ്പിഡമോളജി എടുക്കുന്ന സമയത്ത് കുറച്ച് ഇൻഡിക്കേറ്റർ വീണ്ടും പറയും. പക്ഷെ എന്നാലും ഇവിടെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ ഇൻഡിക്കേറ്ററും പറഞ്ഞു പോകുന്നുണ്ട്. പ്രത്യേകിച്ചും ആദ്യത്തെ 4 ബാക്കിയൊന്നും പിന്നെ നമ്മൾ അറിയുന്ന സാധനങ്ങൾ തന്നെയാണ്. ആദ്യത്തെ 4 നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോകണം. കാരണം അത് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്നൊരു ടോപ്പിക്കാണ്. പിന്നെ ഇതന്നെ നമ്മൾ എപ്പിഡമോളജി ഒന്നുകൂടി എടുത്ത് കുറച്ച് നന്നായിട്ട് എപ്പിഡമോളജിയിലും കൂടി കൊടുത്തിട്ടുണ്ടോണ്ട് അവിടെ ഒന്നുകൂടി എടുത്ത് പറയുന്നുണ്ട്. അവിടെ ഇത്ര നന്നായിട്ട് പറയണില്ല കേട്ടോ. അപ്പൊ ഈ സാധനങ്ങൾ തന്നെയാണ് പറയണത്. മോർബിഡിറ്റി ഇൻഡിക്കേറ്റേഴ്സ്, മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റേഴ്സ്, ഡിസബിലിറ്റി ഇൻഡിക്കേറ്റേഴ്സ്, ന്യൂട്രീഷൻ ഇൻഡിക്കേറ്റേഴ്സ്, ഹെൽത്ത് ഡെലിവറി ഇൻഡിക്കേറ്റേഴ്സ്, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡിക്കേറ്റേഴ്സ്, എൻവയോൺമെന്റൽ ഇൻഡിക്കേറ്റേഴ്സ്, സോഷ്യോ എക്കണോമിക്, സോഷ്യൽ ആൻഡ് മെന്റൽ ഹെൽത്ത് യൂട്ടിലൈസേഷൻ ഫാക്ടേഴ്സ്. ഇതിൽ നമ്മൾ മോർട്ടാലിറ്റി, മോർബിഡിറ്റി, ഡിസബിലിറ്റി, ന്യൂട്രീഷൻ, ഈ 4 നമ്മൾ കുറച്ചും കൂടി എടുത്തു പറയണം. ഫസ്റ്റത്തെ ഇതിലിപ്പോ നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, ഡെത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ എത്ര മരണം നടന്നു, മരണനിരക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ ഉദ്ദേശിക്കുന്നത്. ഡെത്ത് റേറ്റ് ഇൻഡിക്കേറ്റർ ആണ്. മോർബിഡിറ്റി ഇൻഡിക്കേറ്ററും ഡിസേബിലിറ്റി റേറ്റും രണ്ടും ഡിസീസിന്റെ ഇൻഡിക്കേറ്റർ ആണ്. അവിടെ ആള് ഡെത്ത് ആയിട്ടില്ല, പക്ഷെ ഡിസീസ് ഉണ്ട്. ആ ഡിസീസിന്റെ എക്സ്റ്റൻഷൻ, അല്ലെങ്കിൽ ആ ഡിസീസിനെ കൊണ്ടുള്ള എന്താണ് അതിന്റെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മോർബിഡിറ്റി ഇൻഡിക്കേറ്റേഴ്സിലും ഡിസബിലിറ്റി ഇൻഡിക്കേറ്റേഴ്സും ഉദ്ദേശിക്കുന്നത്. ബാക്കി എല്ലാം നമ്മൾ ആ നാട്ടിലത്തെ ഹെൽത്ത് കെയറിന് ഇൻഡിക്കേറ്റർ ആണ്. ഇപ്പൊ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്, ഹെൽത്ത് കെയർ ഡെലിവറി, യൂട്ടിലൈസേഷൻ റേറ്റ്, ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവിടെ ഇല്ല ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും അല്ലെങ്കിൽ ഹെൽത്ത് കെയറിന്റെ ഫെസിലിറ്റീസും ഹെൽത്ത് കെയർ സർവീസസും കാര്യങ്ങളുടെ ഇതൊക്കെ തന്നെ ഇൻഡിക്കേറ്റർ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും ഡെത്ത് റേറ്റ് ആണ്. പിന്നെ മോർബിഡിറ്റി, ഡിസബിലിറ്റി, ഡിസീസിൻ്റെതാണ്. ഇനി ഇങ്ങനത്തെ ഒരു ഇൻഡിക്കേറ്ററിനെ പറ്റിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഇൻഡിക്കേറ്റർ ഒക്കെ തന്നെ വാലിഡ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം, സെൻസിറ്റീവ് ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം. അപ്പൊ അതൊന്നുകൂടി എടുത്ത് പറയാനുണ്ട്. നമ്മളൊരു ഇൻഡിക്കേറ്റർ, കുറച്ച് ഇൻഡിക്കേറ്റർ പറഞ്ഞ് ഈ ഇൻഡിക്കേറ്റർ ഒക്കെ തന്നെ എപ്പോഴും വാലിഡ് ആയിരിക്കണം. അതിന് ആക്ച്വൽ മെഷേഴ്സ് വാട്ട് ദേ ആർ സപ്പോസ്ഡ് ടു മെഷർ. ഒരു ഇൻഡിക്കേറ്റർ നമ്മൾക്ക് ഓരോ എന്താണ് ഇതിനനുസരിച്ചിട്ട് മാറ്റാൻ പാടില്ല. അല്ലെങ്കിൽ അതിനെപ്പോഴും ഒരു വാലിഡിറ്റി കൊടുക്കണം. അതുപോലെ തന്നെ റിലയബിൾ ആയിരിക്കണം. Result should be same when the measurement is different measured by the different people in similar circumstances. Similar circumstances വെച്ചിട്ട് ഡിഫറെന്റ് പീപ്പിൾസ് മെഷർ ചെയ്താലും അത് നമുക്ക് സെയിം ആയിട്ടാണ് കിട്ടും. അതേപോലെ തന്നെ ഇത് എപ്പോഴും എന്തായിരിക്കും, സെൻസിറ്റീവ് ആയിരിക്കണം. ദേ ഷുഡ് ബി സെൻസിറ്റീവ് ടു ചേഞ്ചസ് ഇൻ ദ സിറ്റുവേഷൻ കൺസേൺ. സിറ്റുവേഷൻസ് മാറ്റുന്നതിനനുസരിച്ചിട്ട് ഇത് എന്തായാലും ചേഞ്ച് വരണമല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് എന്താ വെച്ചാൽ ഓരോ സ്ഥലത്ത് പോയിട്ടും ഒരേ രീതിയിൽ തന്നെ ഒരേ ഇൻഡിക്കേറ്റർ വെച്ചിട്ടുണ്ടെന്നല്ലേ ആ ഇൻഡിക്കേറ്റർ കറക്റ്റ് അല്ലാതല്ലേ നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടാണ്. ഷുഡ് റിഫ്ലക്ട് ചേഞ്ചസ് ഓൺലി ഇൻ ദ സിറ്റുവേഷൻ കൺസേൺ. അതായത് എന്താണ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് പറയാം. ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റുമ്പോൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാറണം. പിന്നെ സ്പെസിഫിക് ആകുമ്പോൾ പറഞ്ഞാൽ അപ്പോൾ മാത്രമേ മാറാൻ പാടുള്ളൂ ആ രീതിയിൽ.
ദേ ഷുഡ് റിഫ്ലക്ട് ചേഞ്ചസ് ഓൺലി ഇൻ സിറ്റുവേഷൻ കൺസെപ്റ്റ്. അത് നെഗറ്റീവായിട്ടാണ് പറയാം. ഇപ്പൊ നമ്മളെങ്ങനെ വെച്ചാൽ അപ്പോൾ മാത്രമേ മാറാൻ പാടുള്ളൂ അങ്ങനെ പറയുമ്പോൾ അത് സ്പെസിഫിക് ആയിരിക്കണം. പിന്നെ ഫീസിബിൾ ആയിരിക്കണം, അതായത് എബിലിറ്റി ടു ഒബ്റ്റെയിൻ ഡാറ്റ വെളിയിടെ നമുക്കത് എപ്പോഴും ഈസിലി റിട്രീവ് ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ ഫീസിബിൾ ആയിരിക്കണം, കുറച്ചും കൂടി നമുക്ക് ഈസിലി നമ്മൾ അതിനോട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. പിന്നെ റെലവെന്റ് ആയിരിക്കണം, കുറച്ചും കൂടി ഫിനോമിനൻ ഓഫ് ഇൻട്രസ്റ്റിൽ കുറച്ചും കൂടി നമുക്ക് അതിനെ അതിന്റെ എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി അങ്ങനെ കുറച്ചും കൂടി അത് റെലവൻസ് ഉള്ള കാര്യമായിരിക്കണം എപ്പോഴും ചെയ്യുന്നത്. ഷുഡ് കോൺട്രിബ്യൂട്ട് ടു ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ഫിനോമിനൻ ഓഫ് ഇൻട്രസ്റ്റ്. നമ്മൾ എന്തിനാണോ അത് ഉപയോഗിക്കുന്നത് അതിന് അതൊരു റെലവൻസ് അല്ലെങ്കിൽ അതിന് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാവണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു സാധനം ചെയ്യുന്ന സമയത്ത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ കുറച്ച് ഡിറ്റർമിനൻസ് പറഞ്ഞു, ഈ ഡിറ്റർമിനൻസിനെ പറ്റിയിട്ട് നമ്മൾ പറയാൻ പോവാണ്. അപ്പൊ ഈ ഡിറ്റർമിനൻസിനെ പറയുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി നമുക്ക് വാലിഡ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം, സെൻസിറ്റീവ്, സ്പെസിഫിക്, ഫീസിബിൾ, റെലവന്റ് ആയിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഫസ്റ്റ് പറയേണ്ട സാധനം മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റർ ആണ്. മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റർ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്, കാരണം ഇത് എപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ മോർട്ടാലിറ്റി ആണ് നമ്മൾ എപ്പോഴും മരണനിരക്കുകളാണല്ലോ കൂടുതലായിട്ട് നമുക്ക് പറയേണ്ടി വരിക. അപ്പൊ ക്രൂഡ് ഡെത്ത് റേറ്റ്, നമ്പർ ഓഫ് ഡെത്ത് പെർ 1000 പോപ്പുലേഷൻ പെർ ഇയർ, ഒന്നുമില്ല എത്ര ആൾ മരിച്ചു, 1000 എത്ര ആൾക്കാർ മരിച്ചു. ഈ എത്ര ആൾക്കാർ എന്തൊക്കെ അസുഖങ്ങൾ കൊണ്ടായിക്കോട്ടെ നമുക്ക് വിഷയമല്ല. ചിലവർ ഹാർട്ട് ആയിരിക്കും, ചിലർക്ക് ലിവറിന്റെ കംപ്ലൈന്റ് ആയിരിക്കും, ചിലർക്ക് കിഡ്നി കംപ്ലൈന്റ് ആയിരിക്കും, ചിലർ ആക്സിഡന്റിനോട് മരിച്ചതായിരിക്കും. എന്തോ ആയിക്കോട്ടെ ഇത്ര ആൾക്കാർ മരിച്ചു എന്നുള്ളത് മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ 1000 പോപ്പുലേഷൻ പെർ ഇയർ. അതേപോലെ തന്നെ ഇൻഫാന്റ് മോർട്ടാലിറ്റി നമ്മൾ വൺ ഓഫ് ദ മോസ്റ്റ് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ഇൻഡിക്കേറ്റർ ഓഫ് ഹെൽത്ത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു മറ്റേണിറ്റി കെയർ കൊടുക്കുന്ന സമയത്ത് തന്നെ കുട്ടിക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ കെയർ കൊടുക്കുന്നത്. അതായത് അമ്മ പ്രസവിക്കുന്ന കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ നിന്നേ കൊടുത്തു പോകുന്നത്. ഇപ്പൊ ശരിക്കും അതിന്റെ പ്രീനൈറ്റൽ കെയർ അല്ല, ഫ്രീ ആയിട്ട് കൊടുക്കും. അതെന്ന് വെച്ചാൽ കുട്ടി പ്രസവിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഫോളിക് ആസിഡും കൺസീവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഫോളിക് ആസിഡും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. കാരണം എന്തിനാ, വരുമ്പോഴേ ഈ ജനറ്റിക്കായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവരുതേ എന്ന് വിചാരിച്ചിട്ട്. ഈ ഡൗൺ സിൻഡ്രോം അങ്ങനത്തെ എന്തെങ്കിലും ഫാമിലിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ മുന്നേ തന്നെ ഈ കാര്യങ്ങൾ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ അതെന്താ വെച്ചാൽ അത്രയും നമ്മൾ ഇൻഫന്റ് മോർട്ടാലിറ്റിനെ ഇപ്പോൾ മുന്നേ കൂട്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ യൂണിവേഴ്സലി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് പറയണ എപ്പോഴും ഇൻഫന്റ് മോർട്ടാലിറ്റി ആണ്. ഇൻഫന്റ് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായാലും 1 ഇയർ താഴെയാണ് കുട്ടികൾ നോക്കുന്നത്. അപ്പൊ 1 ഇയറിന്റെ ഇടയിൽ കുട്ടികൾക്ക് എന്തെങ്കിലും രീതിയിൽ ഡെത്ത് വരികയാണെങ്കിൽ അതെല്ലാം നമ്മൾ ഇൻഫന്റ് മോർട്ടാലിറ്റി. സെൻസിറ്റീവ് ഇത് എന്താ വെച്ചാൽ സെൻസിറ്റീവ് ഇൻഡിക്കേറ്റർ ഓഫ് ദി അവൈലബിലിറ്റി, യൂട്ടിലൈസേഷൻ, എഫക്റ്റീവ്നെസ് ഓഫ് ഹെൽത്ത് കെയർ, പ്രീനേറ്റൽ കെയർ. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രീനാറ്റൽ കെയർ കൊടുത്തത് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെയൊക്കെ തന്നെ കുറച്ചും കൂടി സെൻസിറ്റീവ് ഇൻഡിക്കേറ്റർ ഏതാ ചോദിക്കുകയാണെങ്കിൽ അതെപ്പോഴും ഇൻഫന്റ് മോർട്ടാലിറ്റി ആണ്. ഇനി അതിന്റെ താഴെയുള്ളതാണ് അണ്ടർ 5 പ്രൊപ്പോർഷനേറ്റ്. ഇവിടെ എന്താ വെച്ചാൽ അണ്ടർ 5 ആണ്. അപ്പൊ 5 താഴെ എല്ലാവരും എടുക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്തായാലും ഇൻഫന്റ് മോർട്ടാലിറ്റി ഇതിൽ വരുമല്ലോ, ഇൻഫന്റ് ചൈൽഡ് മോർട്ടാലിറ്റി ഒക്കെ ഇതിൽ വരും. പക്ഷെ നമുക്ക് ഇത് മാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം 5 വയസ്സിന്റെ താഴെ ആകുമ്പോൾ പല കാരണങ്ങൾ കൊണ്ടുള്ള ഡെത്ത് വരാം. അപ്പൊ ഇവിടെ നമ്മൾ അത് എത്രത്തോളം വലുതായിട്ട് എടുത്ത് കാണിക്കുന്നത്. പക്ഷെ ക്വസ്റ്റ്യനിൽ ഇൻഫന്റ് മോർട്ടാലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് ആയിട്ട് കുത്താൻ പറ്റിയ സാധനമാണ് അണ്ടർ 5. സോ എന്തായാലും ഇൻഫന്റ് മോർട്ടാലിറ്റി തന്നെ ഉണ്ടാവും. പിന്നെ മറ്റേണൽ മോർട്ടാലിറ്റി വൈൽ പ്രഗ്നന്റ് ഓർ വിത്തിൻ 42 days ഓഫ് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഈ 42 days നല്ലതാണ് തന്നെ ആലോചിച്ച് നോക്കുക. പ്രിപ്പയർ സ്റ്റേജ് ആണ് പറയുന്നത്. ഡെലിവറി കഴിഞ്ഞിട്ട് 42 daysന്റെ ഉള്ളിൽ എന്ത് കാരണങ്ങൾ കൊണ്ടുള്ള മരണമാണെങ്കിലും നമ്മളത് മറ്റേണൽ മോർട്ടാലിറ്റി ആയിട്ട് തന്നെയാണ് പറയുന്നത്. പ്രഗ്നൻസിന്റെ സമയത്തുള്ളതോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ബ്ലീഡിങ്ങോ കാര്യങ്ങളോ എന്ത് കാര്യങ്ങൾ കൊണ്ടാണെങ്കിലും 42 ദിവസത്തിനുള്ളിൽ മദർ മരിക്കുകയാണെങ്കിൽ അതെല്ലാം മറ്റേണൽ മോർട്ടാലിറ്റിയിലാണ് പറയുന്നത്. ഇനി നമ്മളിപ്പോ പറഞ്ഞത് ക്രൂഡ് ഡെത്ത് ഇപ്പൊ നമ്മൾ എടുത്തു പറഞ്ഞു, എന്തോ നോക്കുന്നില്ല, പേഷ്യന്റ് 1000 എത്ര ഡെപ്ത് വന്നു എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. ഇതെപ്പോഴും നോക്കാറുള്ളത് മെഡിയർ പോപ്പുലേഷനിലാണ് കൂടുതലായിട്ട് നോക്കാറുള്ളത്. ഇപ്പൊ ഇതിൽ ഏജ്, സെക്സ് കാര്യങ്ങളൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, ഇത്ര ഡെത്ത് വന്നു എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. പിന്നെ മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു എക്സ്പെക്ടേഷൻ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആവറേജ് നമ്പർ ഓഫ് ദി ഇയേഴ്സ് ദാറ്റ് വിൽ ബി ലീവ്ഡ് ബൈ ദോസ് ബോൺ അലൈവ് ഇൻ ടു ദ പോപ്പുലേഷൻ ഇഫ് ദ കറന്റ് ഏജ് സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ് പെർസിസ്റ്റ്. ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ ഒരു ഇത് വിചാരിക്കുകയാണ്, നമ്മളിപ്പോ കേരളത്തിലൊക്കെ ഒരു 60-70 നമ്മളൊരു ആവറേജ് കണക്ക് പറയണം. ആ ഒരു റേഞ്ചിലേക്ക് എപ്പോഴും നിൽക്കും. അപ്പൊ അത്രയാണ് നമ്മളവിടെ ഒരു എക്സ്പെക്ടേഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് മെയിനായിട്ട് നോക്കുക. അപ്പൊ പ്രിമച്വർ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇവർ ഈ ഒരു 60ന്റെ മുന്നേ അല്ലെങ്കിൽ 70ന്റെ മുന്നേ മരിച്ചത്, ആ രീതിയിലാണ് നോക്കുക. പിന്നെ ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത്. ഞാൻ പറഞ്ഞു മെയിലില് 2012 കണക്ക് പ്രകാരം 64, ഫീമെയില് 68 എന്നുള്ളൊരു ഇത് വെച്ചു. അപ്പൊ ഇവര് ഇതിന് മുന്നേ പ്രിമച്വർ മോർട്ടാലിറ്റി എന്തുകൊണ്ടാണ് ഇതിന് മുന്നേ മരിച്ചത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്.
പിന്നെ ഇപ്പൊ ഇതിൽ നമ്മളിപ്പോ പറഞ്ഞ IMR നോക്കുകയാണെന്നുണ്ടെങ്കിൽ IMR എപ്പോഴും ഇപ്പൊ പറഞ്ഞു റേഷ്യോ ഓഫ് ദി ഡെത്ത് അണ്ടർ 1 ഇയർ ഓഫ് ഏജ് ഇൻ എ ഗിവൺ ഇയർ ടു ദി ടോട്ടൽ നമ്പർ ഓഫ് ലൈവ് ബർത്ത് ഇൻ ദ സെയിം ഇയർ. ആ ഒരു വർഷത്തിൽ എത്ര കുട്ടികൾ ജനിച്ചു, അതിൽ ഒരു വയസ്സിന് താഴെ എത്ര കുട്ടികൾ മരിച്ചു. യൂഷ്വലി എപ്പോഴും നമ്മളിത് നോക്കുന്നത് 1000 ലൈവ് ബർത്ത് ആണ് അണ്ടറിൽ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഡിനോമിനേറ്റർ 1000 ലൈവ് ബർത്തിൽ എത്ര നോമിനേറ്റർ വന്നു എന്നുള്ളത് നോക്കാം. അപ്പോൾ 1 ഇയറിന്റെ അടിയിൽ എത്ര, 1 ഇയറിന്റെ ഉള്ളിൽ എത്ര കുട്ടികൾ വന്നു. ഇൻഡിക്കേറ്റർ ഓഫ് ദ ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് നോട്ട് ഓൺലി ഇൻഫന്റ് ബട്ട് ആൾസോ ഹോൾ പോപ്പുലേഷൻ ആൻഡ് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ. ഇതെന്താ വെച്ചാൽ കുട്ടി മരിച്ചു എന്നുള്ളതിനപ്പുറം, ആ ഒരു കുട്ടി 1 ഇയറിനുള്ളിൽ കുട്ടി മരിച്ചു എന്നുള്ളതിനപ്പുറം ആ പോപ്പുലേഷനും ആ സോഷ്യോ എക്കണോമിക് കണ്ടീഷനും കാര്യങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ട് കാണിക്കുന്നത്. കാരണം ആ നാട്ടിലത്തെ അല്ലെങ്കിൽ അവരെ സോഷ്യോ എക്കണോമിക് ക്വാളിറ്റി കുറവായതുകൊണ്ടാണ്, അവരുടെ പോപ്പുലേഷന്റെ കമ്മ്യൂണിറ്റിന്റെ ഇൻവോൾവ്മെന്റ് കാര്യങ്ങൾ കുറവായതുകൊണ്ടാണ് ആ ഡെത്ത് സംഭവിച്ചത്. അപ്പൊ ആ രീതിയിലാണ് അതിലെടുക്കുന്നത്. സെൻസ് ഇൻഡിക്കേറ്റീവ് ഇൻഡിക്കേറ്റർ ഓഫ് ദി അവൈലബിലിറ്റി യൂട്ടിലൈസ് നമ്മൾ പറഞ്ഞ സാധനം തന്നെ. എഫക്റ്റീവ്നെസ് ഓഫ് ദി ഹെൽത്ത് കെയർ പർട്ടിക്കുലർലി പെരിനാറ്റൽ ആൻഡ് പോസ്റ്റ് നാറ്റൽ. ഇത്രയും കാര്യങ്ങൾ നമുക്കതിൽ നോക്കാൻ പറ്റുന്നുണ്ട്. പെരിനാറ്റൽ ആയിട്ടുള്ള പോസ്റ്റ് നാറ്റൽ കെയറിലും അവരുടെ നാട്ടിലത്തെ ഹെൽത്ത് കെയറിലും ഇതെല്ലാം നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കിട്ടുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് IMR വേണ്ടത്. ഈ കറന്റ് ഇതൊന്നും വേണ്ട കേട്ടോ, കാരണം അതൊക്കെ ഓരോ സമയത്തും മാറിക്കൊണ്ടേയിരിക്കും. ഇതിലിപ്പോ ഞാൻ അടുത്ത് പറഞ്ഞ സാധനമാണ് നമ്മുടെ അണ്ടർ 5 മോർട്ടാലിറ്റി. ഇതിലെന്താ വെച്ചാൽ ബോത്ത് ഇൻഫന്റും ചൈൽഡും കൂടി വരും. അപ്പോൾ എന്ത് കാരണങ്ങൾ കൊണ്ടായിക്കോട്ടെ അണ്ടർ 5 എത്ര ആൾക്കാർ മരിച്ചു എന്നുള്ളതാണ് നോക്കുക. പിന്നെ ചൈൽഡ് മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ ഈ ഇൻഫാന്റ് പോയി, അതേപോലെ അണ്ടർ 5 നിലയിൽ ആണ് ചൈൽഡും കൂടി വേറെ വരുന്നത്. അപ്പൊ ഈ ചൈൽഡ് മോർട്ടാലിറ്റിയിൽ ഇൻഫന്റ് എന്നുള്ളത് ഏജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ 1 to 4 ഇയേഴ്സിന്റെ ഉള്ളിൽ വേറെ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് മരിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് നോക്കുന്നത്. ഇവിടെ എപ്പോഴും കൂടുതലായിട്ട് എന്തൊക്കെയാ പറയാ, ഇനാഡിക്വേറ്റ് ആയിട്ടുള്ള മറ്റേണൽ ചൈൽഡ് ഹെൽത്ത് എന്നില്ല, MCHന്റെ കുറവുകൊണ്ടായിരിക്കാം, അതേപോലെ തന്നെ മാൽന്യൂട്രീഷൻ കൊണ്ടായിരിക്കാം, ഇമ്മ്യൂണൈസേഷൻ കവറേജ് കുറഞ്ഞുകൊണ്ടായിരിക്കാം, അവരെ എൻവയോൺമെന്റ് ഫാക്ടേഴ്സിന് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കാം. ഇതൊക്കെ തന്നെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ തന്നെയാണ് പെരിനേറ്റൽ മോർട്ടാലിറ്റി, പിന്നെ നിയോനാറ്റൽ മോർട്ടാലിറ്റി, സ്റ്റിൽ ബർത്ത്. ഇതൊക്കെ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ വേറെ ഇൻഡിക്കേറ്റർ ആയിട്ട് പറയാം. കോറിലേറ്റ് വിത്ത് ഇനാഡിക്വേറ്റ് ആന്റിനേറ്റൽ കെയർ, പെരിനാറ്റൽ കെയർ, അതൊക്കെ ഇതിനെ നമ്മൾ ഇതൊക്കെ തന്നെ ഇതിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റേഴ്സിലെ അടുത്ത സാധനമാണ് MMR. കൂടുതലായിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ്. റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ഡെത്ത് അറൈസൻ ഡ്യൂറിംഗ് ദി പ്രഗ്നൻസി ഓർ പ്യൂർപെറൽ പീരിയഡ് ബർത്ത് 1 lakh ലൈവ് ബർത്ത്. ഈ 1 lakh എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമ്മൾ പഠിക്കുന്ന എല്ലാ ഡിനോമിനേറ്ററുകളും 1000 ആണ്. അപ്പൊ അതിൽ നമുക്ക് ഇപ്പൊ ലാസ്റ്റ് ചോദിച്ചതിന് നാമിന്റെ ക്വസ്റ്റ്യൻസിലാണെങ്കിലും ഒക്കെ തന്നെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന MMRന്റെ മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിന്റെ ഡിനോമിനേറ്റർ എത്ര എന്നുള്ളത്. അപ്പൊ 1 lakh 1000 2000 2 lakh അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ 00 തന്നെ നോക്കി വരുമ്പോൾ കുറെ തെറ്റുകൾ വരും. അപ്പൊ ഈ 1 lakh എന്നുള്ളത് തന്നെ അങ്ങനെ തന്നെ ആലോചിച്ചാൽ 1 lakh ലൈവ് ബർത്തിൽ എത്ര മറ്റേണൽ ബർത്ത് ഡെത്ത് ഉണ്ടായി എന്നുള്ളതാണ് നോക്കണം. അപ്പൊ പ്യൂർപെറിയൽ പീരീഡ് നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ളത് 42 days ആണ്. അല്ലെങ്കിൽ പ്യൂർപെറിയൽ പീരീഡ് ആയാലും കുഴപ്പമില്ല. ഇനി ഡിസീസ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് ഇങ്ങനെ പറയുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ക്രൂഡ് ഡെത്ത് റേറ്റ് നമ്മൾ പറഞ്ഞു, എന്ത് ഡിസീസ് ആണ് നോക്കുന്നില്ല, എന്തുകൊണ്ടാണ് മരിച്ചതൊന്നും നോക്കില്ല, മരിച്ചു ഡെത്ത് റേറ്റ് മാത്രം. പക്ഷെ ഡിസീസ് സ്പെസിഫിക് ആയപ്പോ എന്തായി, ഇന്ന ഡിസീസ് കൊണ്ട് ഇന്ന ആൾക്കാർ ഇത്ര ആൾക്കാർ മരിച്ചു, ഇത്ര ആൾക്കാർ കിഡ്നി കംപ്ലൈന്റ് കൊണ്ട് മരിച്ചു, ഇത്ര ആൾക്കാർ ഹാർട്ട് കംപ്ലൈന്റ് കൊണ്ട് മരിച്ചു, അത്ര മാത്രം എടുക്കുമ്പോൾ നമ്മളെ ഡിസീസ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് തരും. ഈ പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി റേറ്റ് ആണെങ്കിലോ, കൊറോണറി ഹാർട്ട് ഡിസീസ് വന്നിട്ട് 25 മുതൽ 30 ആൾക്കാർ ടോട്ടൽ ഡെത്തിന്റെ പെർസെൻറ്റേജ് ആയിട്ട് പറയാം. ഇപ്പൊ 100 ആൾക്കാരിൽ 25 ആൾക്കാരും മരിച്ചത് കൊറോണറി ഹാർട്ട് ഡിസീസ് വന്നിട്ടാണ്. അതായത് ഏതെങ്കിലും ഒരു ഡിസീസിന് എടുത്തുകൊണ്ട് പ്രൊപ്പോർഷൻ ആക്കി പറയുമ്പോഴാണ് പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഇനി മോർബിഡിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നമ്മൾ എപ്പിഡമോളജിയും കൂടെ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ മോർബിഡിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ബേർഡൻ ഓഫ് ഇൽ ഹെൽത്തിന്റെ കമ്മ്യൂണിറ്റിന്റെ ഇൽ ഹെൽത്തിന്റെ ബേർഡൻ ആണ്. എപ്പോഴും മോർബിഡിറ്റി ഞാൻ പറഞ്ഞു ആ കമ്മ്യൂണിറ്റിയിൽ കാണിക്കുന്ന ഡിസീസിനെ എടുത്ത് കാണിക്കുന്ന സാധനമാണ്. ഡിസീസിന്റെ ഇൻഡിക്കേറ്റർ ആണ് മോർബിഡിറ്റി ഇൻഡിക്കേറ്റർ. അപ്പൊ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേർഡൻ ഓഫ് ഇൽ ഹെൽത്തിന്റെ കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ബട്ട് ഡു നോട്ട് മെഷർ ദ സബ് ക്ലിനിക്കൽ ഓർ ഇൻഅപ്പറന്റ് സ്റ്റേറ്റ്. ഇവിടെ നമുക്ക് സബ് ക്ലിനിക്കൽ ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് പുറമെ കാണിക്കാത്ത ഡിസീസിന്റെ സിംറ്റംസ് ആയിട്ട് കാണിക്കാത്ത കേസ് ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇതിൽ നമ്മൾ 2 പോയിന്റ് പറയുന്നുണ്ട്, ഇൻസിഡൻസും പ്രിവാലൻസും. അപ്പൊ ഇൻസിഡൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ന്യൂ ഇവന്റ്സ് ഓർ ന്യൂ കേസസ് ഓഫ് എ ഡിസീസ് ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ വിത്തിൻ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം. അപ്പൊ ട്യൂബർക്കുലോസിസ് ആണ് നമ്മൾ ഒരു കേസ് എടുക്കുന്നത് വെച്ചാൽ പുതിയ ഇത്ര ട്യൂബർക്കുലോസിസ് കേസ് റിപ്പോർട്ട് ചെയ്തു, ഇന്ന് എത്ര TBന്റെ പുതിയ കേസ് റിപ്പോർട്ട് ചെയ്തു,
അല്ലെ ഇന്ന് പുതിയതായിട്ട് എത്ര ഡെങ്കുവിന്റെ ഫീവർ കേസ് റിപ്പോർട്ട് ചെയ്തു, അങ്ങനെ പുതിയ കേസുകളെ മാത്രം കണക്കെടുക്കുന്നതിനാണ് നമ്മളെ ഇൻസിഡൻസ്. ആ എന്നെ ആലോചിച്ചാൽ മതി, ഇൻസിഡൻസ് ന്യൂ ആ രീതിയിൽ അലക്കാം. അതാണ് പുതിയതായിട്ടുള്ളത്. പ്രിവാലൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓൾഡ് ആണ്. പ്രിവാലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ total number of the all individuals who have attributed to disease at a particular time divided by population at a risk of having attribute. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ക്രോണിസിറ്റി ഓഫ് ദി ഡിസീസ്. ഈ ക്വസ്റ്റ്യൻസ് ഇത്രയും കറക്റ്റ് ആയിട്ടാണ് വരിക. മോർബിഡിറ്റി ഇൻഡിക്കേറ്റ് ക്രോണിസിറ്റി ഓഫ് ദ ഡിസീസ്, അല്ലെങ്കിൽ ന്യൂ കേസ് ഓഫ് ദ ഡിസീസ്, ന്യൂ കേസിന്റെ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ എന്താണ് അറ്റ് ടൈം, അങ്ങനെ അങ്ങനെ കുറെ വരും. പക്ഷെ ഈ ക്രോണിസിറ്റി ഓഫ് ദ ഡിസീസിനാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ഉള്ളത്. ആ സമയത്ത് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു ആഴ്ചത്തെ കണക്കെടുക്കാൻ, ഈ ആഴ്ചയിൽ ഇപ്പൊ ചിലപ്പോൾ ഇന്നലെ പുതിയ ടി ബി വന്നിട്ടുണ്ടാവും, പിന്നെ അതിന്റെ തലേന്ന് 2 പുതിയ ടി ബി വന്നിട്ടുണ്ടാവും, പിന്നെ അതിന്റെ തലേന്ന് 0 ആയിരിക്കും, ഇന്നൊരു 5-1, നമ്മൾ 5-2-1 ആ രീതിയിൽ 5-2-1 + 0 ഈ രീതിയിൽ കൂട്ടിയിട്ട് മൊത്തമായിട്ടുള്ള കണക്ക് കൊടുക്കുന്നതിനാണ് നമ്മൾ അതിനെ പ്രിവാലൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സാധനമാണ് ഡിസേബിലിറ്റി. ഡിസേബിലിറ്റി നമ്മൾ പറഞ്ഞു എപ്പോഴും ഡിസീസിന്റെ കാര്യങ്ങളെ പറ്റിയിട്ട് പറയുന്നതാണ്. അപ്പൊ ഡിസേബിലിറ്റി നമുക്ക് എങ്ങനെയൊക്കെ പറയാം? ഒരു ചിലപ്പോൾ ഇവന്റ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ പേഴ്സൺ ടൈപ്പ് ആയിട്ട്. ഇവന്റ് ആയിട്ട് പറയാം, ഇവന്റ് ആയിട്ട് നമ്മൾ പറയണമെങ്കിൽ ഇത്ര ദിവസം വർക്ക് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ബെഡ് റിഡൻ ആയിട്ട് ഇത്ര ദിവസം, അല്ലെങ്കിൽ ലോസ് ഓഫ് വർക്ക് ലോസ്. ഇനി ഒരു പേഴ്സന്റെ കാര്യം മാത്രം പറയണമെങ്കിൽ എന്തായിരിക്കും? അയാൾക്ക് മൊബൈലിൽ ചെയ്യാൻ മൊബിലിറ്റി പറ്റില്ല, അയാളുടെ ആക്ടിവേഷൻ ഇത്ര പ്രശ്നം ഉണ്ടായി, അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ മാത്രം, തിന്നാണ് കുടിക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം എടുത്ത് പറയുകയാണെങ്കിൽ അതിനെ പേഴ്സൺ ടൈപ്പ്. ഈ 2 രീതിയിലാണ് ഡിസബിലിറ്റിന്റെ ഇൻഡിക്കേറ്റർ റേറ്റ് പറയുന്നത്. ഇനി ഈ ഡിസബിലിറ്റി റേറ്റ് എപ്പോഴും നമ്മൾ നോക്കുന്നത് സള്ളിവൻ ഇൻഡെക്സ് വെച്ചിട്ടാണ്. ഈ സള്ളിവൻ ഇൻഡെക്സ് എപ്പോഴെന്ന് വെച്ചാൽ എക്സ്പെക്ടേഷൻ ഓഫ് ലൈഫ് ഫ്രീ ഓഫ് ഡിസബിലിറ്റി എന്നാണ് പറയുന്നത്. നമ്മളൊരു ലൈഫിനെ പറ്റിയിട്ട് ഇത്ര എക്സ്പെക്ടേഷൻ ഫ്രീ ഓഫ് ഡിസബിലിറ്റി ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് നമുക്കൊരു ലൈഫ് ഇത്ര കിട്ടും ഉള്ളൊരു എക്സ്പെക്ടേഷനെ പറ്റിയിട്ട് പറയുന്നതാണ് സള്ളിവൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ലൈഫ് എക്സ്പെക്ടൻസി ഓഫ് ദി കൺട്രി മൈനസ് പ്രോബബിൾ ഡ്യൂറേഷൻ ഓഫ് ദി ബെഡ് ഡിസബിലിറ്റി ആൻഡ് ഇനബിലിറ്റി ടു പെർഫോം മേജർ ആക്ടിവിറ്റി. ഞാനിപ്പോൾ പറഞ്ഞു നമ്മൾ 64 ഒരാൾക്കുള്ളൊരു കണക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇയാൾക്ക് ഇപ്പൊ എത്ര ബെഡിൽ ഡിസബിലിറ്റി വന്നു, അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങൾ ഇപ്പൊ 2 കൊല്ലം അങ്ങനെ വന്നു, അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ 62 ആ രീതിയിൽ. അപ്പൊ നമ്മളൊരു എക്സ്പെക്ടൻസി വെച്ചു, ആ എക്സ്പെക്ടൻസിനെ വെച്ചിട്ടും അതിൽ നിന്ന് നമുക്ക് ഇത്ര മൈനസ് ചെയ്യാൻ പറ്റും. ഇത്ര കാലം ഡിസബിലിറ്റി വന്നു, അതിനെ മൈനസ് ചെയ്യുന്ന സാധനമാണ് സള്ളിവൻ ഇൻഡെക്സ് പറഞ്ഞിട്ടുണ്ടല്ലേ. ഈ സള്ളിവൻ ഇൻഡെക്സും എന്താണ് നോക്കുക, സള്ളിവൻ ഇൻഡെക്സ് എപ്പോഴും എന്തിനാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഡിസബിലിറ്റി റേറ്റിനാണ്. പിന്നെ ഡിസബിലിറ്റി റേറ്റിന്റെ 2 കാര്യങ്ങളോട് പറയുന്നുണ്ട്. ഹെയിലുണ്ട്, ഡാലുണ്ട്. ഹെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഉള്ളിലേക്കൊന്നും പോകണ്ട. ഹെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ വിചാരിക്കണം ലൈഫ് എക്സ്പെക്ടൻസി എനിക്ക് ബർത്തില്, അത് നമ്മൾ നാട്ടിലത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണ് നോക്കുക. നമ്മൾ എത്രത്തോളം നമുക്ക് ഇപ്പൊ നമ്മള് നിൽക്കുന്ന സമൂഹത്തിൽ ഇപ്പൊ 60-64 നോർമലി ഒരു ലൈഫ് എക്സ്പെക്ടൻസി. അതിലിപ്പോ നമ്മൾ എത്രത്തോളം നമുക്ക് ഹെൽത്ത് ലൈഫ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അതിന് കൂടെ നമുക്ക് ചിലപ്പോൾ കുറച്ച് പുവർ ഹെൽത്ത് ആയിട്ട് വേറെ കംപ്ലൈന്റ്, ഇപ്പൊ കുറച്ച് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അപ്പൊ നമ്മൾ ഹെൽത്ത് കുറച്ച് കുറഞ്ഞല്ലോ. പക്ഷെ ആ ഹെൽത്ത് കുറഞ്ഞുകൊണ്ട് നമ്മൾ എത്ര കാലം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു, അതും കൂടി ഇതിൽ കൂട്ടുന്നുണ്ട്. കാരണം അത് കുറച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ഹെൽത്ത് ലൈഫ് നമുക്ക് എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടി നോക്കുന്ന ഒരു റേറ്റിനെയാണ് നമ്മൾ ഹെയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹെൽത്തി ലൈഫ് എന്നൊന്ന് കാണുമ്പോൾ ഇരിക്കുന്നത് ഹെൽത്തിനെ പറ്റിയിട്ടാണെന്നല്ലേ വിചാരിക്കരുത്. ഹെൽത്ത് അഡ്ജസ്റ്റഡ് എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് എന്താണ് അത് ഡിസബിലിറ്റി റേറ്റ് ആണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. ഡിസബിലിറ്റിക്ക് 2 റേറ്റിലാണ് റേറ്റ് പറയണത്. ഹെയിലുണ്ട്, ഡെയിലുണ്ട്. ഡെയിലിന് ഓൾറെഡി ഡിസബിലിറ്റി എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഹെയിൽ പക്ഷെ ഹെൽത്ത് ആണ് ഓപ്ഷന് വരിക. അപ്പൊ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഹെൽത്ത് അല്ലേ എന്ന് വിചാരിക്കരുത്. ഹെൽത്ത് അഡ്ജസ്റ്റഡ് ചെയ്ത സാധനത്തിനെയാണ് പറയുന്നത്. പിന്നെ ഡെയിലി നല്ലത് ഡാലി എന്ന് പറഞ്ഞാൽ ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ്. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ഒരു 64 വയസ്സിലെ ഒരാള് ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ട് ഒരു 60 മരിച്ചു. അപ്പൊ അയാൾക്ക് എന്തായി 4 കൊല്ലാണ് അവിടെ നഷ്ടം വന്നത്. നോർമലി ആണ് സമൂഹം ശരിക്കും ജീവിക്കുകയാണെങ്കിൽ 4 കൊല്ലം കൂടെ അയാൾക്ക് കിട്ടിയത്. അപ്പൊ 4 കൊല്ലാണ് അയാളുടെ ഡിസബിലിറ്റി കൊണ്ട് അയാൾക്ക് നഷ്ടം വന്നത്. അപ്പൊ അങ്ങനത്തതാണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് ഹെൽത്തി ലൈഫ് ലോസ്റ്റ് ഡ്യൂ ടു ഓൾ കോസസ് വെദർ ഫ്രം പ്രിമച്വർ മോർട്ടാലിറ്റി ഓർ ഡിസബിലിറ്റി. എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടായിക്കോട്ടെ അതിനൊക്കെ കൊണ്ടൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട നമ്പർ ഓഫ് ഇയേഴ്സിനെയാണ് നമ്മൾ ഹെൽത്തി ലൈഫ്, നമ്മൾ വിചാരിച്ചിരുന്ന ഹെൽത്തി ലൈഫ് നമുക്ക് കിട്ടാണ്ട് പോയ ഇയേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയണത്, ഡാലി എന്നുള്ളത് പറയണത് കേട്ടോ. അപ്പൊ ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെഷർ ടു ഫൈൻഡ് ബേർഡൻ ഓഫ് ഇൽനെസ്. അപ്പൊ അങ്ങനെ ആലോചിച്ചിട്ട് നമ്മൾ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു ഡിസീസിന്റെ ബേർഡൻ ഓഫ് ഇൽനെസിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ടും അറിയാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഡാലി എന്നുള്ളത്.
പിന്നെ എൻ്റെ അതേപോലെ തന്നെ എഫക്റ്റീവ്നെസ് ഓഫ് ഇന്റർവെൻഷൻ. ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ഒരു സ്ട്രോക്ക് വരാം, സ്ട്രോക്ക് വന്നിട്ട് എന്തായാലും നമുക്കറിയാം ഒരു 4-5 കൊല്ലം അതിന് പോകുന്നില്ലത്. പക്ഷെ ആ 4-5 കൊല്ലം അതിനെ കൊണ്ട് ബുദ്ധിമുട്ടാണ്ട് നേരത്തെ തന്നെ ബി.പി കാര്യങ്ങളോ ഇല്ലാണ്ട് നമ്മൾ കൂടുതലായിട്ട് പ്രിവെൻഷൻ കാര്യങ്ങൾ കൊടുത്തിട്ട് ബി.പി കൂടാണ്ട് അല്ലെങ്കിൽ കുറച്ച് മെഡിസിൻസ് കാര്യങ്ങൾ കൊടുത്തിട്ട് നേരത്തെ തന്നെ ചെയ്യുകയാണെങ്കിൽ അതാണ് നമ്മൾ എന്ത് ചെയ്യണം, ഡാലിന്നില്ല. ഓൾറെഡി അയാൾക്ക് ചിലപ്പോൾ ബി.പി ഇത് വരികയാണെങ്കിൽ 4 കൊല്ലം അയാൾക്ക് ഡാലിയിൽ പോകും. പക്ഷെ ആ 4 കൊല്ലം നമ്മൾ മുന്നേ തന്നെ കണ്ടറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ 4 ചിലപ്പോൾ നമുക്ക് 2-1 ആക്കി മാറ്റാൻ പറ്റും. അങ്ങനത്തേലാണ് നമ്മൾ ഈ ഡാലി നിലയിൽ കൂട്ടുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഡാലി തന്നെ എപ്പോഴും കണക്ക് കൂട്ടുക ഇയർ ഓഫ് ലൈഫ് ലോസ്റ്റ് പ്ലസ് ഇയർ ലോസ്റ്റ് ടു ഡിസബിലിറ്റി. നമുക്കൊരു കൊല്ലാണ് ഇപ്പോൾ ഡിസബിലിറ്റി വന്നതെന്നുണ്ടെങ്കിൽ ആ 1 ഇയർ ആണ് അതിന്റെ ഒരു മീനിങ് വരും കേട്ടോ. പിന്നെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റേഴ്സ്. ഇതിൽ എന്താ വെച്ചാൽ നമ്മൾ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് വെച്ചിട്ട് അതൊരു പോസിറ്റീവ് ഇൻഡിക്കേറ്റർ തന്നെയല്ലേ, പോസിറ്റീവ് ഹെൽത്ത് ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ ന്യൂ ബോണിൽ നമുക്ക് എന്തൊക്കെയാ നോക്കാം, ബർത്ത് വെയിറ്റ് നോക്കാം, ലെങ്ത് നോക്കാം, ഹെഡിന്റെ സർക്കംഫറൻസ് നോക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ന്യൂ ബോണിന്റെ കേസിൽ നോക്കാം. അപ്പൊ ഇത് മറ്റുള്ള ന്യൂട്രീഷണൽ സ്റ്റാറ്റസിനെ കൂടി റിഫ്ലക്ട് ചെയ്യുന്ന സാധനമാണ്. പിന്നെ ആന്ത്രോപോമെട്രിക് മെഷേഴ്സ് നമ്മളിപ്പോൾ കുട്ടികളെ പ്രീ സ്കൂൾ ചിൽഡ്രൻസിന്റെ കേസിൽ എന്തെങ്കിലും വെയിറ്റ് ടു ഹൈറ്റ് നോക്കും. ഇതിൽ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക, വെയിറ്റ് എപ്പോഴും നമ്മളൊരു കുട്ടി പെട്ടെന്ന് വെയിറ്റ് കുറയുക, അപ്പൊ എന്തായിരിക്കും, അക്യൂട്ട് മാൽന്യൂട്രീഷൻ ആണ്. അതായത് പെട്ടെന്ന് എന്തോ ഒരു കാര്യങ്ങൾ കൊണ്ട് ഫുഡ് ഇല്ലാത്തതോ കാര്യങ്ങൾ വരുമ്പോഴാണ്, അല്ലെങ്കിൽ അത് ഫുഡ് കാര്യങ്ങൾ അബ്സോർബ് ചെയ്യാത്തത് കൊണ്ടാണ് വെയിറ്റ് കുറഞ്ഞത്. പക്ഷെ ഹൈറ്റ് കുറഞ്ഞാൽ എന്തായി, ക്രോണിക് മാൽന്യൂട്രീഷൻ. അതൊക്കെ ഞങ്ങൾക്ക് തന്നെ ഒരു ആവശ്യമായിട്ട് ക്വസ്റ്റ്യൻ വന്നതാണ്. ക്രോണിക് മാൽന്യൂട്രീഷൻ ഇൻഡിക്കേറ്റ്സ് അവിടെ ഹൈറ്റ്, വെയിറ്റ്, പിന്നെ എന്താണ് കളർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ക്രോണിക് ആയിട്ടുള്ള മാൽന്യൂട്രീഷന് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹൈറ്റ് ആണ്, വെയിറ്റ് എപ്പോഴും അക്യൂട്ട് ആണ്. പിന്നെ മിഡ് ആം സർക്കംഫറൻസ്, ഇതും ക്രോണിക് ആയിട്ടുള്ള മെഷർമെന്റ് തന്നെയാണ്. നമ്മൾ കയ്യിന്റെ ഈ മിഡ് ആമിൽ എപ്പോഴും നോക്കുന്ന സമയത്ത് അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന സാധനം. പക്ഷെ ക്രോണിക് ആയിട്ട് ഒരുപാട് കാലത്ത് മാൽന്യൂട്രീഷന്റെ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇതിന്റെ എന്താണ് സർക്കംഫറൻസ് കുറയും. പിന്നെ അണ്ടർ വെയിറ്റ് എന്താ, സ്റ്റണ്ടിങ് എന്താ, വേസ്റ്റിംഗ് എന്താ, ഓവർ വെയിറ്റ് എന്താ. അണ്ടർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിനൊരു WHO പറഞ്ഞത് വെയിറ്റ് ഫോർ ഏജ് ലെസ് ദാൻ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് WHO ചൈൽഡ് ഗ്രോത്ത് സ്റ്റാൻഡേർഡ് മീഡിയൻ. അതിപ്പോ നമ്മൾ അതിനൊരു സ്റ്റാൻഡേർഡ് ആയിട്ടൊരു ഇത്ര സാധനം പറയണത്, അതിൽ നിന്ന് ഒരു 2-നേക്കാളും എന്താണ് ലെസ് ദാൻ 2 ആണ് സമയത്ത് അണ്ടർ വെയിറ്റ്. പിന്നെ സ്റ്റണ്ടിങ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കുറയുന്ന സമയത്ത്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഹൈറ്റ് എപ്പോഴും ക്രോണിക് ആണ്, അപ്പൊ ഹൈറ്റ് കുറയുന്ന സമയത്താണ് നമ്മൾ സ്റ്റണ്ടിങ് എന്ന് പറയും. പിന്നെ വേസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും എന്താണ് ഈ അതിന്റെ ഗ്രോത്ത് സ്റ്റാൻഡേർഡ് മെഷേഴ്സിനെ ഇത് പറയുന്ന സമയത്ത് വെയിറ്റ് കുറയണം, വെയിറ്റ് ഫോർ ഹൈറ്റ്, അവരെ മറ്റേത് വെയിറ്റ് ഫോർ ഏജ് ആണ്. പിന്നെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ഇല്ലാത്ത സമയത്താണ് നമ്മൾ അതിനെ വേസ്റ്റിംഗ് പറയും. ഓവർ വെയിറ്റിംഗ് ആകുന്ന സമയത്ത് എന്താ വെച്ചാൽ കൂടുകയാണെങ്കിൽ +2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആവുന്ന സമയത്ത് നമ്മൾ ഓവർ വെയിറ്റ് എന്ന് പറയും. പിന്നെ എവറി ഡിസബിലിറ്റി റേറ്റ് നമ്മളിപ്പോൾ പറഞ്ഞ സാധനം തന്നെയാണ്. ഹെയിൽ എന്താ, ഡാലി എന്താ. പിന്നെ 1 ഡാലി എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 ലോസ്റ്റ് ഇയർ ഓഫ് ഹെൽത്തി ലൈഫാണ്. അത് ഒരു ഷർട്ട് ക്വസ്റ്റ്യൻ 1 ഡാലി ഈസ് ഈക്വൽ ടു എന്താന്നുള്ളത്. അപ്പോൾ 1 ആണോ 2 ആണോ 3 ആണോ ഹാഫ് ആണോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ 1 ലോസ്റ്റ് ഇയർ ആണ്. നമുക്ക് ഒരു കൊല്ലം നഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ അതിന് ഒരു കൊല്ലത്തിനാണ് നമ്മൾ 1 ഡാലി എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തേൽ ഉദ്ദേശിക്കുന്നത്. അല്ലത്